الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ അവന്റെ ദീനിനെ നിലനിർത്തും. അള്ളാഹു ഉദ്ദേശിക്കുന്ന തോതനുസരിച്ച് അള്ളാഹുവിൻ്റെ ദീൻ ലോകത്ത് നിലനിൽക്കുന്നത് അള്ളാഹുവിൻ്റെ തർത്തീബ് അനുസരിച്ചാണ്, അള്ളാഹുവിൻ്റെ സുന്നത്തനുസരിച്ച്. ദീനിനെ ഇല്ലാതാക്കുന്നതും അള്ളാഹുവിൻ്റെ സുന്നത്തനുസരിച്ചാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത്, ഭൂമിയിൽ കുറേ ആൾക്കാരുടെ സാമർഥ്യം കൊണ്ട്, കുറേ പണ്ഡിതന്മാരുടെ കൂട്ടായ്മ കൊണ്ട്, കുറേ സമ്പന്നന്മാരുടെ സമ്പത്ത് കൊണ്ട്, കുറേ എന്തൊക്കെയോ ഏർപ്പാടുകളാക്കി ദീനുൽ ഇസ്ലാമിനെ അങ്ങ് ഉയർത്തിയേക്കാം, വളർത്തിയേക്കാം. അങ്ങനെയൊന്നും ലോകത്ത് ദീനുണ്ടാവുകയില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. ഞാനങ്ങനെ പറയുന്നത് ചരിത്രം സാക്ഷിയാക്കിക്കൊണ്ടാണ്. ചരിത്രം സാക്ഷിയാക്കിക്കൊണ്ട് നമുക്ക് അതാണല്ലോ പരിശുദ്ധ ഖുർആൻ കാലഘട്ടങ്ങളെ സംബന്ധിച്ച് നമുക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണല്ലോ. ഇന്നല്ലാഹ അസ്തഫ ആദമ വ നൂഹൻ വ ആല ഇബ്രാഹിം വ ആല ഇമ്രാൻ അലൽ ആലമീൻ. കാലഘട്ടത്തിൻ്റെ ചരിത്രം അല്ലാഹു തആല പാർട്ടായിട്ട് പറഞ്ഞു തരികയാണ്. ഭൂലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് അല്ലാഹു തആല ദീൻ പഠിപ്പിക്കുന്നതിൻ്റെ 4 രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഒന്നതിൻ്റെ പ്രാഥമിക ഘട്ടം,
ആദം അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള പ്രാഥമിക ഘട്ടം. ആ ഘട്ടം എങ്ങനെയാണ്, എവിടെ തുടങ്ങി, എവിടെ പര്യവസാനിച്ചു, അള്ളാഹു തആല വിശദീകരിച്ച് പറഞ്ഞു തരുന്നുണ്ടോ നമുക്ക്? അതിൻ്റെ തുടക്കവും പര്യവസാനവും. തുടക്കം മനസ്സിലാക്കാതെ ഒടുക്കത്തെ പറ്റി ചർച്ച ചെയ്യുന്നത് ബുദ്ധികേടാണ്, അറിവില്ലായ്മയാണ്. അല്ലെങ്കിൽ അറിവില്ലായ്മയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. ഏതൊരു കാര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിന്ന്, അസലിൽ നിന്ന് തുടങ്ങണം ചർച്ച. ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലുള്ള ദീനിൻ്റെ അവസ്ഥ വെച്ചുകൊണ്ടല്ല നാം ചർച്ച ചെയ്യേണ്ടത്. മറിച്ച് ദീനുൽ ഇസ്ലാം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്ന ആ ഒന്നാമത്തെ തുടക്കം മുതൽ വേണം ചർച്ച ചെയ്യാൻ. എന്നിട്ട് ഓരോ ഘട്ടങ്ങളെ അതിനോടനുബന്ധമാക്കണം. എന്നിട്ട് ഈ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവത്തെ അതുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് കാര്യം മനസ്സിലാക്കണം. നമുക്ക് സംഭവിച്ചത് എന്താണ്? നാം നമ്മുടെ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ദീൻ പഠിക്കുന്നു എന്നുള്ളതാണ്. ഈ നമ്മുടെ കാലഘട്ടത്തിൽ നിന്ന് ദീൻ പഠിക്കുമ്പോൾ നമുക്ക് അമലുകളെ പറ്റി മാത്രമേ ചർച്ച ചെയ്യാൻ കഴിയുള്ളൂ. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, മറ്റു പൊതുകാര്യങ്ങൾ, നിക്കാഹ്, ബൈഅ്, കച്ചവടം, ജിനായാത്ത്, ക്രിമിനൽ സിവിൽ നിയമങ്ങൾ, ഇതൊക്കെ വർത്തമാന കാലഘട്ടവുമായി ബന്ധിപ്പിച്ചിട്ട്, വർത്തമാന കാലഘട്ടത്തിൽ മനുഷ്യന്റെ അവസ്ഥകളുമായി ബന്ധിപ്പിച്ച്, മുസ്ലിമീങ്ങളുടെ അവസ്ഥയുമായി ബന്ധിപ്പിച്ച് ചർച്ച ചെയ്യാം. പക്ഷെ ദീനുൽ ഇസ്ലാമിനെ ചർച്ച ചെയ്യാൻ അതുപോരാ. അപ്പം ചോദിക്കും, ഇത് ദീനല്ലേ? അല്ല, അത് ദീൻ നിലനിർത്താനുള്ള അനുബന്ധ കാര്യങ്ങളാണ്. ദീൻ നിലനിർത്താനുള്ള അനുബന്ധ കാര്യങ്ങളാണ്. ആർക്ക് ദീനുണ്ടോ അവന്റെ ദീൻ പാഴായി പോകാതെ നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള കാര്യങ്ങളാണ്. അഥവാ ഇസ്തിഖാമത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ഏതൊരാൾ ദീനനുസരിച്ച് ജീവിക്കാൻ തീരുമാനമെടുത്തോ ആ തീരുമാനത്തെ നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള ഏർപ്പാടുകളാണ് അഅ്മാലുകൾ. നമ്മൾ തീരുമാനത്തെ മാറ്റിവെക്കുകയും അഅ്മാലുകളെ ദീനാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തു. അതുകൊണ്ട് നിസ്കാരത്തിന് ഭയങ്കരമായ ഏർപ്പാടാണ് ലോകം മുഴുവൻ. സക്കാത്തിനുള്ള ഏർപ്പാട്, സക്കാത്ത് സെല്ല്, സക്കാത്ത് കമ്മിറ്റി, ഇതൊക്കെ വലിയ ചർച്ചയാണല്ലോ. ഹജ്ജിനുള്ള ഏർപ്പാട്, ഹജ്ജ് കമ്മിറ്റി, ഹജ്ജ് ടൂറ്, പിന്നെ നോമ്പ്, റമദാൻ ആവുമ്പോഴേക്ക് റമദാൻ റിലീഫ്, റമദാൻ പ്രോഗ്രാം. അഅ്മാലുകളാണ് ജനങ്ങളുടെ മുമ്പിൽ നാം കൂടുതൽ അവതരിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ അമലുകൾ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയും സ്വർഗത്തിന് വേണ്ടിയിട്ടെന്ന്. അല്ല, ഈമാന്റെ ഇസ്തിഖാമത്തിന് വേണ്ടിയിട്ടാണ് അമലുകൾ. ഈമാൻ എന്തിനു വേണ്ടിയാണ്? അത് സ്വർഗത്തിന് വേണ്ടി. ഈ രീതിയിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞു പോണം. ദായികൾ, അള്ളാഹുവിൻ്റെ ദീനിന്റെ പ്രബോധകന്മാർ ആ ഒരു രീതി സ്വീകരിക്കണം. അമലുകൾ ഉണ്ടാക്കി തീർക്കാനല്ല നാം ആദ്യം മെനക്കെടേണ്ടത്, ഈമാൻ ഉണ്ടാക്കിയെടുക്കാനാണ്. ഈമാനിന്റെ തുടക്കം ഷഹാദത്താണ്. ഇപ്പൊ ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ, അത് സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഇസ്ലാമിന്റെ പ്രോഗ്രാമുകളെല്ലാം. പ്രാഥമിക മദ്രസ മുതൽ, ദർസ് മുതൽ, കോളേജ് മുതൽ, ജാമിയ മസ്ജിദ് മുതൽ, ജാമിയ മുതൽ, യൂണിവേഴ്സിറ്റി മുതൽ എല്ലാ ഏർപ്പാടുകളും ദീനുൽ ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദയെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തെ രണ്ട് തസ്തികകളാണ് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. ഒന്ന് നുബുവത്തിന്റെ തസ്തിക, മറ്റേത് റിസാലത്തിന്റെ തസ്തിക. നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും, നുബുവത്തിന്റെ തസ്തിക നിലവിലുള്ള മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാം നഷ്ടപ്പെട്ടു പോകാതെ അവർക്ക് ആവശ്യമായ തർബിയത്തുകളും ക്ലാസ്സുകളും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നുബുവത്തിന്റെ തസ്തിക. ആ നബിമാര് ചെയ്തുകൊണ്ടിരുന്ന ജോലി അതാണ്. ഓരോ നബിമാര് വരുമ്പോഴും നിലവിൽ മുസ്ലിമീങ്ങളായിരിക്കും ഭൂലോകത്തുണ്ടാകുക. മുസ്ലിമീങ്ങൾ ഉണ്ടാക്കൽ നബിമാരുടെ ജോലിയല്ല, മുസ്ലിമീങ്ങൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കലാണ് നബിമാരുടെ ജോലി. ആദം അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണ്. എന്താണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഡ്യൂട്ടി? മുസ്ലിമീങ്ങളല്ലാത്ത മറ്റു മതക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കലോ? അതിന് മറ്റേ മതക്കാരും വേറെ മനുഷ്യന്മാരും വേണ്ട. ഇവിടെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയും മക്കളും കുട്ടികളും പേരക്കുട്ടികളും തന്നെയല്ലേ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളൂ. പിന്നെന്തിനാ ഇന്നല്ലാഹ അസ്തഫ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞില്ലേ? ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തു. എന്തിനു തിരഞ്ഞെടുത്തത്? ദൈവത്തിനോ?
മറ്റു മതക്കാർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനോ? എന്തെല്ലാം വിഡ്ഢിത്തമാണ് പറയുന്നത് ചില ആൾക്കാർ. നബിമാരുടെ ജോലി ദഅവത്തിന്റെ ജോലി അല്ലല്ലോ, തർബിയത്തിന്റെ ജോലിയാണ്. നുബുവത്തുൽ തർബിയ, നുബുവത്ത് തർബിയത്തിന് വേണ്ടിയുള്ളതാണ്. നിലവിലുള്ള ഇസ്ലാമിക സംവിധാനത്തെ കെട്ടി ഉറപ്പിക്കാനുള്ളതാണ്. ശിർക്കിലേക്കും കുഫറിലേക്കും പോകാതെ പ്യൂർ തൗഹീദിൽ അടിയുറച്ച് നിർത്താനുള്ളതാണ് നുബുവത്തിന്റെ ഡ്യൂട്ടി. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഭാര്യ മക്കളെ വിളിച്ചിരുത്തിയിട്ട് എപ്പോഴും അള്ളാഹുവിനെ പറ്റിയും ആ ആകാശ സംവിധാനത്തെ പറ്റിയും സ്വർഗത്തെ പറ്റിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് പറയാൻ എളുപ്പമുണ്ട്, നല്ല യഖീനുണ്ട്. കാരണം അള്ളാഹിന്റെ സംവിധാനങ്ങളെ നേരിട്ട് കണ്ടിട്ട് വന്നാലാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം. അള്ളാഹുമായിട്ട് നേരിട്ട് സംസാരിച്ചാലാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം. ഒരുപാട് സംവാദങ്ങൾ നടന്നിട്ടുണ്ട് ആദമും അള്ളാഹുവും തമ്മിൽ. എങ്ങനെ കണ്ടു? അള്ളാഹു ആലം. വൽ കൈഫു മജ്ഹൂൽ. എങ്ങനെയും ചോദിക്കണ്ടെന്ന് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. കണ്ടു, അതെങ്ങനെയാണോ അങ്ങനെ. വളരെയധികം ചർച്ചകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നത് എന്താണ്? അള്ളാഹുവാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇൽമ് നൽകുന്നത്. ഇടയ്ക്ക് വേറെ ഏതെങ്കിലും ഉസ്താദ് ഉണ്ടായിട്ട് ചരിത്രത്തിലുണ്ടോ? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി ആകാശത്തിൽ ഏതെങ്കിലും ഉസ്താദിനെ വെച്ചതായിട്ട് ചരിത്രമുണ്ടോ? ഏതെങ്കിലും ദർസിലോ മദ്രസിലോ ചെറുതിട്ടെങ്കിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം പഠിച്ചു എന്നുള്ള കാര്യം ഖുർആനല്ലേ. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. വഅല്ലമ, അതിലെ ഫായിലാരാണ്? അള്ളാഹുവാണ്. അള്ളാഹ് പഠിപ്പിച്ചു. ആർക്ക്? ആദമ. എന്താണ് മഫൂല്? ആദമിനെ പഠിപ്പിച്ചു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നേരിട്ട് ഇൽമു കിട്ടിയ ആളാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം. നേരിട്ട് ഇൽമു കിട്ടിയ ആള്. അതിലിടക്ക് വേറെ ആരുമില്ല. ജിബ്രീലില്ല, ബാക്കി ഒന്നുമില്ല. ജിബ്രീൽ മുഖേന വഹയിറക്കിയായിരുന്നു ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്. ഇതാണ് ഞാൻ പറഞ്ഞത്, തുടക്കം ചിന്തിക്കാണ്ട് നമ്മളിങ്ങനെ ചർച്ച ചെയ്തു പോകും. തുടക്കം ആർക്കും അറിയുകയും ചെയ്യില്ല, എല്ലാം സങ്കല്പം, കിനാവ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല ആകാശലോകത്ത് വഹയി കൊടുക്കുകയായിരുന്നു ജിബ്രീൽ മുഖേന. അങ്ങനെയാണെങ്കിൽ ജിബ്രീൽ ഉസ്താദാന്ന് പറയേണ്ടി വരില്ലേ? അങ്ങനത്തൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ, എവിടെയും കാണുന്നില്ല. തഫ്സീറിൽ കാണുന്നില്ല, എവിടെയും കാണുന്നില്ല. അപ്പൊ ആ രീതിയിൽ അള്ളാഹുവിന്റെ ദീനിനെ പറ്റിയും ദുനിയാവിനെ പറ്റിയും പഠിച്ചിട്ടാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം വന്നിരിക്കുന്നത്. പിന്നെയുള്ള ഇൽമ് മലക്കുകളെ സംബന്ധിച്ചുള്ള ഇൽമാണ്. മലക്കുകളെ സംബന്ധിച്ച് നമ്മുടെ ഈമാന്റെ ഇൽമ് മാത്രമേ ഉള്ളൂ നമുക്ക്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം നേരിട്ട് കണ്ട ഇൽമാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം നേരിട്ട് കാണുകയല്ലേ മലക്കുകളെ. എങ്ങനെ? അല്ലാഹു അല്ലേ? തുമ്മഅറളഹും അലൽ മലായിക. ആദം അലൈഹിസ്സലാത്തു വസ്സലാം പഠിച്ച കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിക്കുന്നത് മലക്കുകളുടെ മുമ്പിലല്ലേ. എന്നിട്ടല്ലേ അവിടെ വാക്ക് ചർച്ചകൾ നടന്നത് ഇല്ലേ? വാക്ക് തർക്കങ്ങൾ നടന്നില്ലേ അവിടെ? അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുന്നു, ഈ പ്രദർശിപ്പിച്ചിരിക്കുന്ന വസ്തുക്കളൊക്കെ എനിക്കൊന്ന് വിശദീകരിച്ചതാ. ഖുർആനല്ലേ? അംബിഊനി ബി അസ്മാഇ ഹൗലാ. അപ്പൊ മലക്കുകൾ പറയുന്നു, ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാൻ തന്നെയാണ് അതിന്റെ ബുദ്ധി. പിന്നെ അറിയാൻ വേണ്ടി നാടകം കളിക്കൊന്നും വേണ്ട. ഒരു കാര്യം ചോദിച്ചു വരുക, ഉസ്താദേ ഇന്ന വിഷയം എന്താ? എനിക്കറിയില്ല. എന്താ കുറവ് പറയുന്നത്? അറിയില്ല എന്ന് പറയാൻ എന്താ കുറവ്? തുടക്കം മുതലേ അല്ലാഹു തആല പഠിപ്പിച്ചെന്ന വിഷയം അതല്ലേ. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാൻ. എല്ലാവരും എല്ലാം അറിഞ്ഞവരാണെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. മലക്കുകൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. നീ പഠിപ്പിച്ചു തന്നതേ നമുക്കറിയുള്ളൂ. നീ പഠിപ്പിച്ചു തന്ന കൂട്ടത്തിൽ ഇതില്ല. ഈ കാണുന്ന വസ്തുക്കളെ സംബന്ധിച്ചുള്ള ചർച്ചയൊന്നും നീ പഠിപ്പിച്ചു തന്ന കാര്യത്തിലില്ല. അതുകൊണ്ട് നമുക്കറിയില്ല. നീയാണ് ഏറ്റവും നന്നായിട്ട് അറിയുന്നവൻ. എന്താ നല്ല ചർച്ചയാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഇരിക്കില്ല മുമ്പിൽ. ഇതൊക്കെ ഇതൊന്നും നാടകമല്ലല്ലോ ഇത്. അങ്ങനെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആ സദസ്സിൽ തന്നെ ഇരിക്കുകയല്ലേ, അന്നേരമല്ലേ ചർച്ച നടക്കുന്നത്. ഈ ചർച്ചയല്ല എല്ലാവർക്കും വിഷയം. അത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയേണ്ടത്. അങ്ങനെ ഉണ്ടല്ലോ മനുഷ്യന്റെ കൂർമ്മ ബുദ്ധി. ഈ കേരളക്കാർക്ക് പ്രത്യേകിച്ചിട്ട് എല്ലാവർക്കും അത് എങ്ങനെയാണെന്ന് അറിയണം. അത് എന്തിനാണെന്നല്ല അറിയേണ്ടത്, എങ്ങനെയാണെന്ന് അറിയണം. സ്വർഗം കിട്ടണമെന്നല്ല, സ്വർഗം എങ്ങനെയായിരിക്കും എന്ന് എല്ലാവർക്കും അറിയേണ്ടത്. നരകത്തുനിന്ന് രക്ഷപ്പെടണം എന്നല്ല ആഗ്രഹം, നരകം എങ്ങനെയായിരിക്കും
അതിനെങ്ങനെയാണ് സ്കാൻ ചെയ്യാൻ പറ്റുക, അതെങ്ങനെയാണ് ഗവേഷണം ചെയ്യാൻ പറ്റുക, തീ എത്ര ഡിഗ്രി ചൂടുണ്ടാവും, ഇതൊക്കെയാണ് എല്ലാവർക്കും ആവശ്യം. നരകത്തിൻ്റെ തീൻ്റെ ചൂടിൻ്റെ ഡിഗ്രി പരിശോധിക്കാൻ നടക്കേ മറ്റേ കുന്ത്രാണ്ട് കൊടുത്തിട്ട്. അല്ലാഹു അക്ബർ. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിന അദാബന്നാർ. നമുക്കൊന്നും അറിയണ്ട അല്ലാഹുവേ, നിന്റെ വിശാലമായ പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകളെ പറ്റിയൊന്നും എനിക്ക് കൂടുതൽ അറിയണ്ട. എനിക്കറിയുന്ന ഒരു കാര്യം, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എനിക്കാവശ്യം ഫഖിന അദാബന്നാർ, എനിക്കാവശ്യം നരകത്തുനിന്ന് രക്ഷപ്പെടണം. അതങ്ങ് മാറ്റി വെക്കൂ. എന്നിട്ട് അല്ലാഹ് പറഞ്ഞില്ലേ ഭൂമിയെപ്പറ്റി ഗവേഷണം ചെയ്യാൻ, അല്ലാഹ് പറഞ്ഞില്ലേ ആകാശത്തെപ്പറ്റി ഗവേഷണം ചെയ്യാൻ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി, ആകാശത്തിൻ്റെ സൃഷ്ടിപ്പിൽ ഭൂമിൻ്റെ സൃഷ്ടിപ്പിൽ രാവ് പകലാകുന്നതിൽ പകൽ രാവാകുന്നതിൽ ആയാത്തിൽ ഉലിൽ അൽബാബ് ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്കാനിങ് സെൻറ്റർ, ഗവേഷണ കേന്ദ്രം തുടങ്ങണം, റിസർച്ച് സെൻറ്റർ തുടങ്ങണം, ഖുർആൻ റിസർച്ച് സെൻറ്റർ. ഖുർആൻ റിസർച്ച്, അല്ലാഹു അക്ബർ, ആ വാക്ക് തന്നെ അപകടം പിടിച്ച വാക്കാണ്. ഖുർആൻ റിസർച്ച് സെൻറ്റർ, അള്ളാഹുവിൻ്റെ കലാം റിസർച്ച് ചെയ്യാൻ അതപകട്ടവന്മാർ. ഇത് പറയുന്നത് നമ്മൾ പഴഞ്ചന്മാർ, ഇവരൊക്കെ മിടുക്കന്മാർ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? ഈ വിശാലമായ പ്രപഞ്ചത്തിന്റെ നിർമ്മാണവും അതിൻ്റെ ഉദ്ദേശവും അത്രയും പ്രവിശാലമാണ്. അതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട്. ആ ദൃഷ്ടാന്തങ്ങളൊക്കെ പരിശോധിക്കാൻ നീ മെനക്കെട്ടാൽ നീ ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയില്ല. അതുകൊണ്ടൊരു ഫുൾ സ്റ്റോപ്പിൽ എത്തിയിട്ട് നീ നിർത്തണം. എന്നിട്ട് ടേണിംഗ് പോയിന്റ് അവിടെ നീ യൂട്ടേൺ അടിക്കണം. അവിടെ നീ പറയണം, എന്ത് പറയണം? സുബ്ഹാനക മാ ഖലഖ്ത ഹാദാ ബാത്തില. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നിനക്ക് കൃത്യമായ ലക്ഷ്യം ഈ പ്രപഞ്ച നിർമ്മാണത്തിലുണ്ട്. അങ്ങേ അറ്റത്ത് അർശ് മുതൽ ഇങ്ങേ അറ്റത്ത് പരമാണുക്കൾ വരെ എല്ലാറ്റിനും നിനക്ക് കൃത്യമായ ഹിക്മത്തുണ്ട്. എനിക്കത് അത് ഞാൻ ചിന്തിക്കുന്നു. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, അങ്ങോട്ട് വിശാലമായ നിന്റെ പ്രപഞ്ചത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എനിക്ക് ആവശ്യം നരകത്തുനിന്ന് രക്ഷപ്പെടലാണ്. ഫഖീന അദാബന്നാർ, എനിക്ക് നരകത്തുനിന്ന് രക്ഷപ്പെട്ടാൽ മതി, വരുമെന്ന് എനിക്കറിയണ്ട. അപ്പോൾ ഒരു പൂർണ്ണമായ മുഅ്മിനിന്റെ ചിന്ത അവിടെ ഫുൾ സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് നരകത്തുനിന്ന് രക്ഷപ്പെടാനുള്ള വഴിയിലേക്ക് കടക്കണം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച വിഷയം. അതുകൊണ്ട് എങ്ങനെ ഓരോന്നിൻ്റെയും കൈഫിയത്ത് അറിയാൻ വേണ്ടി മെനക്കെടണ്ട. ആ ചർച്ച അവസാനിച്ചു. അപ്പൊ അല്ലാഹു തആല ഇപ്പുറത്തുനിന്ന് ആദം അലൈഹിസ്സലാത്തോട് പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? നമുക്കറിയണ്ട. പറഞ്ഞത് ഹക്കാണ്, ഖുർആനാണ്, സങ്കല്പമല്ല, കിനാബുമല്ല, സൂചനയുമല്ല. യാ ആദമു അംബിഉഹു, ഓ ആദം അവർക്ക് നീ മനസ്സിലാക്കി കൊടുക്ക്. അല്ലാഹ് പറയാൻ, ഖുർആനാണ് ഇത്, സൂറത്തുൽ ബഖറ. അല്ലാഹ് ആദമിനോട് വിളിച്ചിട്ട് പറയുന്നത് യാ ആദമു, കൃത്യമാണ് ആ വിളി. പക്ഷെ അത് അള്ളാന്റെ വിളിയാണ്. കൈഫ് മജ്ഹൂൽ, നമുക്കറിയില്ല. അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എങ്ങനെയെന്ന് ചോദിക്കേണ്ട, അള്ളാഹ് പറഞ്ഞെടുത്ത് നിന്നാൽ മതി. അള്ളാഹ് ആദമിനെ വിളിച്ചു, യാ ആദം, ഹോ ആദം അംബിഉഹു. ഈ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന പ്രദർശിപ്പിച്ചിരിക്കുന്ന വസ്തുക്കളെ പറ്റി നിനക്കറിയുന്ന കാര്യങ്ങൾ ഈ മലക്കുകൾക്ക് നീ ഒന്ന് വിശദീകരിച്ചു കൊടുത്തേ. മലക്കളോട് പറഞ്ഞത് എനിക്ക് വിശദീകരിച്ചതാ എന്നാണ്, ആദമിനോട് പറഞ്ഞത് അവർക്ക് വിശദീകരിച്ച് കൊടുക്കുക എന്നാണ്. അതൊക്കെ ഒരുപാട് ചർച്ച ചെയ്യാനുണ്ട്. ആദമീയത്തിന്റെ ഇക്രാമ് ചില്ലറയൊന്നല്ല അള്ളാഹുവിന്റെ ദർബാറിൽ. മലക്കളോട് പറഞ്ഞത് അംബി ഊനി, അള്ളാഹ് നേരിട്ട് പറയാണ് എനിക്ക് മനസ്സിലാക്കിത്തായെന്ന്. ആദമിനോട് പറയുന്നത് അംബി ഉഹും, നിനക്ക് കിട്ടിയ ഇൽമ് നീ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നാണ്. ഫലമ്മ അംബഅഹു, മണിമണിയായി പറഞ്ഞു കൊടുത്തു ആദം അലൈഹിസ്സലാത്തു വസ്സലാം. മണിമണിയാ പഠിച്ചത് മുഴുവനും ആ സദസ്സിൽ അവതരിപ്പിച്ചു ആദം അലൈഹിസ്സലാത്തു വസ്സലാം. ഇത് ആകാശലോകത്ത് വെച്ച് നടന്നൊരു യാഥാർത്ഥ്യമല്ലേ, ഒരു സംഭവമല്ലേ. ഈ സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കളോട് പറയുന്നത് ഉസ്ജുദൂ ലി ആദം. അതും സംഭവിച്ച കാര്യമല്ലേ. ഇതൊക്കെ നീന്തി കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാഹു അല്ലേ. ഒരു പക്ഷത്ത് ആദം, മറുപക്ഷത്ത് മലക്കുകൾ കൺട്രോൾ ചെയ്യുന്നത് അള്ളാഹു. ഇത് എങ്ങനെയെന്ന് ചോദിച്ചിട്ട് കുലുമാനാക്കണ്ട. അള്ളാഹ് പറഞ്ഞത് ഹക്കാണ്. അതെങ്ങനെയെന്ന് എനിക്കറിയില്ല, എനിക്ക് അറിയിച്ചു തന്നിട്ടില്ല. ഒരു ഡെസ്കും ബെഞ്ചിലും വെച്ചിട്ട്, ഡെസ്കും കസേരയിലും വെച്ചിട്ട്, സോഫയും കസേരയിലും വെച്ചിട്ടാണോ ഇരുന്നിട്ടുണ്ടാവുക? ഇനി ഡെസ്കും ബെഞ്ചും ആയിരിക്കോ അതോ നിലത്താ ഇരുന്നിട്ടുണ്ടാവുക? ഇതൊന്നും ഗവേഷണം ചെയ്യാൻ പോണ്ട.
നമ്മൾ കുരുത്തം കെട്ട നമ്മൾ അങ്ങനെ ചിന്തിക്കുക. എങ്ങനെയായിരിക്കും ഇരുന്നിട്ടുണ്ടാകുക? ചമ്പ്രം പഠിച്ചിട്ടായിരിക്കും ഇരുന്നിട്ടുണ്ടാകുക, അതോ തവറുക്കിൻ്റെ ഇരുത്തായിരിക്കും ഇരുന്നില്ല? അല്ലാതെ ഡെസ്കും ബെഞ്ചെല്ലാം ഉണ്ടാവുമോ? എഴുതാനും പെന്നും കടലാസെല്ലാം ഉണ്ടാവുമോ? അള്ള പറഞ്ഞിടത്ത് നിന്നാണ്. അള്ള ഉദ്ദേശിക്കുന്നത് അത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാനല്ല, എന്താണ് കാര്യം എന്ന് പറഞ്ഞു തരാനാണ്. ഈ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സുജൂദിന് വേണ്ടി കൽപ്പിച്ചു. സുജൂദ് ചെയ്തു മലക്കുകൾ. ഒരാൾ ഒഴിഞ്ഞു നിന്നു, മാറി നിന്നു. പിന്നെ അയാളുമായിട്ടായി ചർച്ച അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസുമായിട്ട് സംസാരിക്കുകയല്ലേ? ഇതുവരെ ആദമുമായിട്ട് സംസാരിച്ച വിഷയങ്ങളൊക്കെ ഇബ്ലീസുമായിട്ടല്ലേ സംസാരിക്കുന്നത്? ഇബ്ലീസ് എന്നല്ല അയാളുടെ പേര്. അയാളുടെ പേര് പിന്നെ അസാസീൽ എന്നാണ് അയാളുടെ പേര്. താരീഖിന്റെ കിതാബുകളൊക്കെ അങ്ങനെയാണുള്ളത്. അതൊക്കെ വലിയ സംഭവിച്ചാൽ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ അജായിബുൽ മഖ്ലൂഖാത്ത്, സൃഷ്ടികളിൽ അജായിബ്, അത്ഭുതപ്പെട്ട സൃഷ്ടികൾ, മലക്കുകൾ, ജിന്നുകൾ, മനുഷ്യർ. മനുഷ്യരുടെ തുടക്കം ആകാശത്തിലാണ്, ജിന്നുകളുടെ തുടക്കം ഭൂമിയിലാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ എന്ന സൃഷ്ടി ജിന്നുകളെക്കാൾ ഉയരത്തിലാണ്. മനുഷ്യനെ ഉൽപ്പാദിപ്പിക്കാൻ അതിൻ്റെ ഉൽപ്പത്തി അല്ലാഹ് നിർമ്മിക്കുന്നത് ആകാശത്തിൽ വെച്ചാണ്. ജിന്നുകളുടെ ഉൽപ്പത്തി ഭൂമിയിലാണ്. ജിന്നുകളുടെ ഉൽപ്പത്തി ഭൂമിയിലാണ്. പ്രത്യുൽപാദനത്തിന്റെ തുടക്കമാണ് ജിന്നുവർഗത്തിന് ആകാശത്തിൽ നടക്കുന്നത്. രണ്ടും ആകാശത്തിലാണ് സംഭവിക്കുന്നത്. പ്രത്യുൽപാദനത്തിന് തുടക്കമായി അല്ലാഹു തആല ഉപയോഗിച്ചത് ഇബ്ലീസിനെയാണ്. മനുഷ്യന്റെ പ്രത്യുൽപാദനത്തിന് തുടക്കമായി അല്ലാഹു ഉപയോഗിച്ചത് ആദമിനെയാണ്. ആദം ഇല്ലായ്മയിൽ നിന്നുള്ളതാണ്. ഇബ്ലീസ് ഇവിടെ നിലവിലുള്ള സമൂഹത്തിൽ നിന്നൊരാളാണ്. എത്രത്തോളം മനസ്സിലാവുന്ന എനിക്ക് അറിയില്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാം അൽ ഇൻസാന്റെ തുടക്കക്കാരനാണ്. ഇബ്ലീസ് ജിന്നിന്റെ തുടക്കക്കാരനല്ല. ഇവിടെ ഉണ്ടായ ഒരു സമൂഹത്തിലെ മെമ്പറാണ് ഇബ്ലീസ്. ആ ഇബ്ലീസിനെ വെച്ചുകൊണ്ടാണ് പിന്നീട് ജിന്നിന്റെ ഉൽപാദനം നടക്കുന്നത് ഭൂമിയിൽ, അല്ലേ? അല്ലെങ്കിൽ പിന്നെ ഈ ഇബ്ലീസ് ആരാണ് വെറുതെ ഇങ്ങനെ പറഞ്ഞു പോയാൽ ശരിയാവില്ലല്ലോ. അതൊക്കെ നമുക്ക് കൃത്യമായ ഒരു രേഖ വേണ്ടേ? ഇല്ല ഇബ്ലീസ് എന്ന് പറഞ്ഞു അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. സുജൂദ് ചെയ്ത കൂട്ടത്തിൽ ഇബ്ലീസ് ഉണ്ടായിരുന്നില്ല എന്ന്. ആരാണ് ഇബ്ലീസ്? സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞു, ഇന്നഹു കാന മിനൽ ജിന്ന്, അവൻ ജിന്ന് വർഗത്തിൽപ്പെട്ടവനാണ്. സൂറത്തുൽ കഹ്ഫ്, ഇന്നഹു കാന മിനൽ ജിന്നി ഫഫസഖ അൻ അംരി റബ്ബി. അല്ലാഹുവിന്റെ കൽപ്പനയെ ധിക്കരിച്ച ജിന്നു വർഗത്തിൽപ്പെട്ടവനായിരുന്നു അവൻ. ഖുർആൻ. അപ്പൊ ആരാണ് ഈ ജിന്ന്? അതിനെപ്പറ്റി മനസ്സിലാക്കണ്ടേ? അപ്പൊ ഭൂമിയിൽ നേരത്തെ താമസമുറപ്പിച്ചിരിക്കുന്ന ഈ ഭൂമി കൈകാര്യം ചെയ്യാൻ അവർക്ക് അവരുടേതായ നബിമാർ, അവരുടേതായ റസൂലുകൾ, അവരുടേതായ കിതാബുകൾ, അവരുടേതായ ഏടുകൾ, സുഹുഫുകൾ, അങ്ങനെ ഒരു സംവിധാനം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അവർക്കിടയിൽ റുസുലുകൾ ഉണ്ടായിട്ടില്ലേ? ജിന്നുകൾക്കിടയിലുള്ള റുസുലുകളെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അന്ന് തായിഫിൽ നിന്ന് മടങ്ങി വരുന്ന സന്ദർഭത്തിൽ അഷ്റഫുൽ ഖൽക്കിന്റെ ഖുർആൻ പാരായണം കേട്ട ജിന്ന് സമൂഹം അവിടെ തങ്ങുകയും അഷ്റഫുൽ ഖൽക്കിന്റെ പിറകിൽ ആ പരിശുദ്ധ ഖുർആൻ പാരായണം മുഴുവനും ശ്രദ്ധിച്ച് കേൾക്കുകയും അഷ്റഫുൽ ഖൽക്ക് ഖുർആൻ പാരായണം നിർത്തിയപ്പോൾ അവർ പോവുകയും ചെയ്തില്ലേ? എന്നിട്ട് അവരെ സമൂഹത്തിൽ പോയി പറഞ്ഞ കാര്യം സൂറത്തുൽ അഹ്കാഫിൽ അല്ലാഹു വിശദീകരിക്കുന്നുണ്ടല്ലോ. ആ പറഞ്ഞ കാര്യം എന്തായിരുന്നു? മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലുണ്ടായ അതേപോലത്തെ ഒരു വെളിപ്പാടുമായിട്ട് വന്നൊരാളാണെന്ന് തോന്നുന്നു. അവരെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അപ്പൊ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൗറാത്തിനെ സംബന്ധിച്ച് അറിയാവുന്ന ജിന്നുകളായിരുന്നു അതെന്നല്ലേ മനസ്സിലാകുന്നത്? ഇതൊക്കെ കഥയാണോ? ഖുർആനല്ലേ? ആ ജിന്നുകൾ അവരെ കൂട്ടത്തിൽ പോയി പ്രസംഗിച്ച വിഷയമാണ് അല്ലാഹു തആല പറഞ്ഞിരുന്നത് സൂറത്തുൽ അഹ്കാഫിൽ. അപ്പൊ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം പരിചയമുണ്ടവർക്ക്, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൗറാത്ത് പരിചയമുണ്ടവർക്ക്,
തത്തുല്യമായിട്ട് ഏർപ്പാടാണ് ഇത്. അതുകൊണ്ട് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ, അംഗീകരിച്ചേ പറ്റൂ. എല്ലാവരും വിശ്വസിച്ചോളണം. അങ്ങനെ ആയത്ത് അള്ളാഹുവിൻ്റെ വിളിയാളം വന്നിരിക്കുന്നു, നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അവർ മുഴുവനും മുസ്ലിമായി. റസൂലുള്ളാഹി തങ്ങൾ കണ്ടോ? പിന്നീട് അല്ലാഹു തആല അറിയിച്ചപ്പോഴല്ലേ റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ ഒരു സംഭവം അറിയുന്നത്. റസൂലുള്ളാഹി തങ്ങളെ കാണിച്ചു അല്ലാഹു തആല ജിന്നുകളെ. ഒരു കൂട്ടത്തിൽ പോയി ഇരുന്നിട്ട് ഇങ്ങനെ വിധങ്ങൾക്ക് മുസാഫൊക്കെ ചെയ്താൽ അവർ ഖുർആൻ ഷരീഫ് കേട്ടു, അടങ്ങിയിരിക്കാൻ പറഞ്ഞു. അൻസിത്തു, അടങ്ങിയിരിക്കുക, എന്തോ കേൾക്കുന്നുണ്ട്. ശ്രദ്ധിച്ച് കേട്ടപ്പോൾ എന്തെല്ലാം വല്ലാത്തൊരു അജബ, ഒരു ഖുർആൻ അജബായ ഖുർആനാണ് കേൾക്കുന്നത്, വായനയാണ് കേൾക്കുന്നത്. ഇതെല്ലാം പോയി അവർ പോയതിന് ശേഷം അല്ലാഹു തആല അറിയിച്ചു. അല്ലാഹു തആല വഇദ് സറഫിന ഇലൈക നഫറൻ മിനൽ ജിന്ന്, ജിന്ന് വർഗത്തിൽ നിന്നൊരു സംഘത്തെ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ തിരിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളറിയില്ല, നബി ഞങ്ങളറിയില്ല. അറിയേണ്ട ആവശ്യമില്ല. മനുഷ്യനെ സംബന്ധിച്ചോളം ജിന്നിനെ സംബന്ധിച്ച് ചർച്ചയില്ല. ജിന്നിനെ പറ്റിയുള്ള ചർച്ച ജഹാലത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ജിന്നിനെ പറ്റി ചർച്ചയുണ്ടായിട്ടില്ല. സഹാബാക്കൾക്ക് ആർക്കും അത് പരിചയമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഒന്നാമത്തെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അന്ന് മദീനയിൽ താമസിക്കുന്ന ജിന്നുകളായ മുഅ്മിനീങ്ങളായ ജിന്നുകളെ പറ്റി ചിന്തിച്ചിട്ടില്ല. റസൂലുള്ളാഹി തങ്ങൾ ജിന്നുകൾക്ക് പ്രത്യേകം ഖലീഫാനാക്കി കൊടുത്ത രേഖയുമില്ല. ജിന്നുകൾക്ക് പ്രത്യേകം ഖലീഫാൻ റസൂലുള്ളാഹി തങ്ങൾ നിശ്ചയിച്ചു കൊടുത്തോ? ജിന്നിനെയും കൂടി റസൂലല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? അല്ലാഹു അലം, നമുക്കറിയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി തങ്ങൾ വല്ല വസിയത്തും ചെയ്തു? സഹാബാക്കളോട് നിങ്ങളൊരു കൂട്ടുകാരുണ്ട് കേട്ടോ, അവരെ ശ്രദ്ധിച്ചോളണം, ഒന്നും റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ല. ആ ചാപ്റ്റർ ക്ലോസ്ഡ്, ജിന്നുകളുടെ ചാപ്റ്റർ. പിന്നെ ആരാണ് ഇത് പുറത്തു കൊണ്ടുവന്നത്? ഏതൊക്കെയോ ശേഖന്മാർ, ഏതൊക്കെയോ ആൾക്കാർ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. അത് ജിന്നുകളാവാം, മലക്കളാവാം, പിന്നാണ് ജിന്നുകളാണ്, മലക്കളാണ്, പിന്നെ ജിന്നുകൾ തന്നെ, മലക്കൾ തന്നെ. എങ്ങനെയുണ്ട്? ഇങ്ങനെ ആദ്യം ആവാം, പിന്നെ ആണ്, പിന്നെ തന്നെ. കുഫ്രയുടെ എത്തി. ആകാശലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സുജൂദ് ചെയ്തിട്ടില്ല, അവൻ മാറി നിന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഇട്ട പേരാണ് ഇബ്ലീസ്. അതാരാണ്? മൻഹുവ. ഒരു തുടക്കം വേണ്ടേ എനിക്ക്? ആ തുടക്കം ഭൂമിയിലാണ്. അതെ, ഇന്ന് മനുഷ്യന്റെ അവസ്ഥക്ക് തുല്യമായിട്ടൊരവസ്ഥ അന്ന് ജിന്നുകൾ ഉണ്ടായിരുന്നു. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ജിന്നിനെയാണ് ഞാൻ സൃഷ്ടിച്ചത് എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഖുർആനല്ലേ? എന്നിട്ട് ഈ ഭൂമിയിൽ പാർപ്പിച്ചു, അവർക്ക് ഏർപ്പാടുകൾ ചെയ്തു കൊടുത്തു, തിന്നാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു, കുടിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു, ഹിദായത്ത് ദലാലത്ത് വേർതിരിച്ചു കൊടുത്തു, നബിമാരെ അയച്ചു. അവരെ കൂട്ടത്തിൽ തന്നെ നബിമാരുണ്ടായി, അവരെ കൂട്ടത്തിൽ തന്നെ റസൂലുകൾ ഉണ്ടായി, അവർക്കുള്ള കിതാബുകൾ ഉണ്ടായി, അവർക്കുള്ള സുഹഫുകൾ ഉണ്ടായി, അവർക്കുള്ള ഇബാദത്തുകൾ ഉണ്ടായി. കാലക്രമേണ അവർ നശിക്കാൻ തുടങ്ങി, ദഅവത്തില്ലാതെ പോയി. അവർക്കിടയിലുള്ള അവർക്കിടയിലുള്ള റുസുലുകൾ അപ്രത്യക്ഷമായപ്പോൾ പിന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആളില്ലാതെയായി. പിന്നെ എല്ലാവരും തോന്നിവാസത്തിലേക്ക് പോയി, ദലാലത്തിലേക്ക് പോയി, കുഫറിലേക്ക് പോയി, ശിർക്കിലേക്ക് പോയി, ഫവാഹിഷിലേക്ക് പോയി. ഭൂആസകലം നാശത്തിന്റെ വിത്തുകുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ക്ലിയറാക്കാൻ, അവരെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. അതല്ലേ സംഭവം? നശിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല ഉപയോഗിക്കുന്ന രീതികളുണ്ട്. അല്ലാഹു തആല തന്നെ പറഞ്ഞല്ലോ, ചിലപ്പോൾ നാം തൂഫാനയക്കും, അലൈഹിമു തൂഫാൻ വൽ ജറാദ് എന്ന കിളികൾ, വൽ ഖുമ്മൽ പേൻ, വൽ ലഫാദി തവളകൾ, വദ്ദമ രക്തം. ഇതൊക്കെ ഒരു സമൂഹത്തെ ഇല്ലാതാക്കാൻ അല്ലാഹു തആല ഉപയോഗിക്കുന്ന മീഡിയകളാണെന്ന് ഖുർആൻ പറഞ്ഞതല്ലേ? ഫർസൽനാ അലൈഹിമു തൂഫാന വൽ ജറാദ വൽ ഖുമ്മല വദ്ദമ വൽ ലഫാദിയ. അല്ലാഹു പറഞ്ഞല്ലേ? ഈ ഭൂമിയിൽ മനുഷ്യരുടെ കാര്യത്തിലും അല്ലാഹു തആല അതന്നെ സ്വീകരിച്ചിരിക്കുന്നതല്ലേ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അല്ലാഹു ഉപയോഗിക്കുന്ന പട്ടാളം തിരിയുന്നില്ല അല്ലേ? ഈ ബോംബും അതേപോലെ തന്നെ മെഷീൻ ഗണ്ണും ഒക്കെ കണ്ട് ശീലിച്ചിട്ട് ഇപ്പം കൊതുക് തവള എന്ന് പറയുമ്പോൾ തീരെ മൈൻഡ് ആകുന്നില്ല.
ആറ്റം ബോംബ് കണ്ട് ശീലിച്ചവർക്ക് തവളയും ബോംബും കണ്ട് ആരെങ്കിലും വിഷാരെങ്കിലും പരിച്ചു. എന്നാൽ അല്ലാഹു തആല പറയുന്ന ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ നിങ്ങൾ ആറ്റം ബോംബ് കൊണ്ട് ഒരു സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കാൻ കഴിയില്ല. അല്ലാഹു തആല ഈ പറഞ്ഞിരിക്കുന്ന തൂഫാൻ ഉപയോഗിച്ച് ഭൂമിയെ 100% ക്ലീനാക്കാൻ പറ്റും. അതല്ലേ ഖുർആൻ? ഈ രീതിയിൽ ജിന്നു വർഗത്തെ ഭൂമിയിൽ നശിപ്പിച്ചില്ലാതാക്കാൻ തീരുമാനിച്ച അല്ലാഹു തആല അവരെ നശിപ്പിക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയത് മലക്കുകളെയാണ്. അല്ലേ? മലക്കൾക്ക് ആ ഡ്യൂട്ടി ഉണ്ടെന്നല്ലാണ്. തായിഫിൽ വെച്ച് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ അഷ്റഫുൽ ഖൽക്കിന്റെ അടുക്കിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാമും അല്ലേ വന്നത്? ആകെ മൊത്തം എടുത്ത് മറിച്ചിട്ടിട്ട് തകിട് പൊടിയാക്കിക്കട്ടെ നബി എന്ന് ചോദിച്ചില്ലേ? സഹിയായ ഹദീസല്ലേ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? അല്ലാഹ്. അപ്പോഴും ജിന്നുകളോട് പറയുന്നില്ല വേണ്ട, മറുപടി അള്ളാഹിനോട് പറയുന്നത് റസൂലുള്ളാഹി തങ്ങൾ. എന്നുവെച്ചാൽ ജിന്നുകൾ മറുപടി പറയാൻ കൊള്ളുന്ന സൈസുകളല്ല. ജിന്നുകൾ അങ്ങോട്ടൊന്നും ഇടപെടിപ്പിക്കാനേ പറ്റിയ സൈസുകളല്ല ജിന്നുകൾ. എവിടെ പെടുമെന്ന കാര്യം വളരെ കൃത്യമല്ലേ? പിന്നെയാണോ മലക്കുകളുടെ കാര്യത്തിൽ തന്നെ റസൂലുള്ളാഹി തങ്ങൾ നേരിട്ട് സംസാരിക്കുന്നില്ല. അല്ലാഹ് വേണ്ട, അല്ലാഹ് നീ അവർക്ക് പുറത്തു കൊടുത്താൽ മതി. ഞാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹിനെ മാത്രം വിളിക്കുകയും അള്ളാഹുവോടൊപ്പം വേറെ ഒന്നിനെയും ശിർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം അവരെ മുതുകിലൂടെ പിറകെ ജനിച്ചു വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹ് ഞങ്ങൾ പറഞ്ഞില്ലേ? ആരോടാ പറയുന്നത്? അള്ളാഹിനോട്. ജിബ്രീലിനോട് യെസും പറഞ്ഞില്ല, നോവും പറഞ്ഞില്ല. മീകായിലിനോട് യെസും പറഞ്ഞില്ല, നോവും പറഞ്ഞില്ല. പറഞ്ഞത് അള്ളാഹിനോട്. അല്ലാഹു തആല പിൻവലിച്ചു മലക്കുകളെ. അല്ലേ സംഭവം? അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ വെച്ചുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്ന ജിന്നുകളെ നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ മലക്കുകൾ കൂട്ടം കൂട്ടമായിട്ട് ഇറങ്ങുകയാണ്. ഇറങ്ങുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. ഹുനൈൻ സാക്ഷിയല്ലേ? ബദ്ർ സാക്ഷിയല്ലേ? തായിഫ് സാക്ഷിയല്ലേ? അള്ളാന്റെ കൽപ്പന കിട്ടിയാൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി മലക്കൾ റെഡിയാണെന്ന്. പിന്നെ ജിന്നുകളുടെ കാര്യത്തിലാണോ മലക്കൾക്ക് ബുദ്ധിമുട്ട്? മലക്കൾ ഇറങ്ങി ഭൂമിയിൽ തെരഞ്ഞു പിടിച്ച് മുഴുവൻ ജിന്നുകളെയും നശിപ്പിച്ചൊതുക്കി. അള്ളാഹുവിന്റെ കൽപ്പന ഒരാളെ ബാക്കിയാക്കാൻ. മലക്കുകൾ ആകാശത്തിലേക്ക് അവരുടെ കേന്ദ്രങ്ങളിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആ ഒരാളെയും കൊണ്ടുവരാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടു. അയാളുടെ പേരാണ് അസാസീൽ. ആകാശത്തിലെത്തിയ മലക്കുകളോട് പറഞ്ഞു, ഇവനെ നിങ്ങൾ നോക്കിക്കൊള്ളണം, നിങ്ങളുടെ കൂട്ടത്തിൽ വളർത്തിക്കൊള്ളണം, നിങ്ങളുടെ കൂട്ടത്തിൽ വളരട്ടെ, അവൻ ജീവിക്കട്ടെ. അങ്ങനെ അസാസീൽ മലക്കുകളോടൊപ്പം കഴിച്ചു കൂട്ടാൻ വേണ്ടി തുടങ്ങി. അസാസീലിൻ്റെതായ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേറെ ഏർപ്പാടുകളുണ്ട്. കാരണം മലക്കിന്റെ ഏർപ്പാടും ആവശ്യവും ജിന്നിന്റെ ആവശ്യവും രണ്ടാണ്. മലക്കുകൾ ബഹും അജ്സാമുൻ നൂറാനിയ, പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു കൂട്ടം സൃഷ്ടികളാണ് മലക്കുകൾ. യതശക്കലൂന ബി അശ്കാലിൻ മുഖ്തലിഫ, വ്യത്യസ്ത രൂപത്തിൽ രൂപപ്പെടാൻ കഴിയുന്നവരാണ് അവർ. ഹസന, വളരെ മെച്ചപ്പെട്ട രൂപത്തിൽ അവർ രൂപപ്പെടുള്ളൂ. പട്ടിയുടെയും പന്നിയുടെയും കോലത്തിലൊന്നും മലക്കുകൾ വരൂല, നല്ല കോലത്തിലേ വരുള്ളൂ. ലാ യത്തസിഫൂന ബിദുക്കുറത്തിൻ വലാ ഉനൂസ, ആണ് പെണ്ണ് എന്ന വേർതിരിവ് അവരുടെ കൂട്ടത്തിലില്ല. അവരുടെ ഉൽപ്പത്തി നിർമ്മാണം അങ്ങനെയാണ്. അല്ലാഹു തആല അങ്ങനെയാണ് അവിടെ പഠിച്ചത്. ബാപ്പ മക്കൾ എന്നുള്ള സിസ്റ്റം മലക്കൾക്കില്ല. ലാ യൻകിഹൂന വലാ യതവാലദൂൻ, കല്യാണം കഴിക്കലില്ല, സന്താന ഉൽപാദനവുമില്ല. അപ്പോൾ ഉറപ്പായി ഒരാളിൽ നിന്ന് ഒരാളല്ല മലക്കുകൾ. ആവശ്യമുള്ള അത്ര അല്ലാഹു തആല പ്രൊഡക്റ്റ് ചെയ്യുകയാണ് മൊത്തത്തിൽ. ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകുൻ. അപ്പൊ മലക്കുകളുടെ ഉൽപാദന രീതി അതിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു ഉപ്പാക്ക് മക്കളുണ്ടായി, മക്കൾ അങ്ങനെയല്ല മലക്കുകൾ. കോടിക്കണക്കിന് മലക്കുകളെ ഒറ്റയടിക്ക് അല്ലാഹു തആല അങ്ങ് സൃഷ്ടിക്കുക, നിർമ്മിക്കുകയാണ്. അല്ലാഹുവിന്റെ സംവിധാനം അങ്ങനെയാണ്. മലക്കുകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. മലക്കുകളെ ചെറിയൊരെണ്ണം 7-ാം ആകാശത്തിൽ ബൈത്തുൽ മഅമൂർ റസൂലുള്ളാഹി തങ്ങൾ കാണുന്നു. ആ ബൈത്തുൽ മഅമൂറിന്റെ ചുമരിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചാർന്നിരിക്കുന്നു.
ആ ബൈത്തുൽ മഅമൂറിൽ 70,000 മലക്കുകൾ ഒരു ദിവസം വരും. രാവിലെ വന്ന മലക്കുകൾ വൈകുന്നേരം പോകും, വൈകുന്നേരം വന്ന മലക്കുകൾ രാവിലെ തിരിച്ചു പോകും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇത് ഖിയാമത്ത് നാൾ വരെ തുടരും. ഒരു പ്രാവശ്യം വന്നവർ ഒരു കാരണവശാലും പിന്നീട് വരികയില്ല. അപ്പം എത്രയായിരിക്കും ആലോചിച്ച് നോക്കിയേ. ഈ 2025 വരെ ആ കണക്കൂട്ടി നോക്കിയേ. ആ കണക്കൊന്ന് കണക്കൂട്ടറോ? ഒരു ദിവസത്തെ 75,000 1,50,000 അല്ല 1,50,000 1,50,000 പേര് ഒരു ദിവസം. പിന്നെ ഖിയാമത്ത് നാൾ വരെ ആ വന്നവരാരും പിന്നെ അടുത്തേക്ക് തിരിച്ചു വരില്ല. അങ്ങനെയുണ്ട് അല്ലേ? സഹിയായി അത് വേണ്ട. അല്ലാഹു തആല പറഞ്ഞില്ലേ, ലാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, ലാ യഅലമു ജുനൂദ റബ്ബിക, നിങ്ങളെ റബ്ബിന്റെ പട്ടാളത്തെ അറിയുകയില്ല ഇല്ലാഹു ആയ അല്ലാഹുവല്ലാതെ. പറഞ്ഞില്ലേ? മതിയല്ലോ, വേറെ എന്താ വേണ്ടി? അവരോടൊപ്പം അസാസീലും വളരാൻ തുടങ്ങി. അസാസീലിന്റെ ഏർപ്പാട് വേറെ, മലക്കുകളുടെ ഏർപ്പാട് വേറെ. ലാ യനൂമുന വലാ യഫ്തുറൂൻ, ഉറക്കമോ ക്ഷീണമോ ഇല്ല മലക്കുകൾക്ക്. ലാ യഅ്കുലൂന വലാ യശ്റബൂൻ, തിന്നലോ കുടിക്കലോ ഇല്ല മലക്കുകൾക്ക്. തആമുഹും അത്തസ്ബീഹു വത്തഖ്ദീസ്, അവരുടെ അസ്തിത്വം നിലനിൽക്കുന്നതിനുള്ള ഊർജം തസ്ബീഹും തഹ്ലീലുമാണ് എന്ന് പറഞ്ഞു. അല്ലെ? ഓരോ സൃഷ്ടിക്കും നിലനിൽപ്പിന് ഊർജം വേണ്ടേ, എനർജി വേണ്ടേ? മനുഷ്യർക്കുള്ള എനർജി, മനുഷ്യന്റെ ശരീരത്തിന്റെ എനർജി ഭക്ഷണം, റൂഹിന്റെ എനർജി ഈമാനും അമാലും. എനർജി ഇല്ലാണ്ട് നിൽക്കൂല, അല്ലെങ്കിൽ രണ്ടും മരിക്കും. ഈമാനും അമാലും ഇല്ലെങ്കിൽ റൂഹ് മരിക്കും. ഭക്ഷണം കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ ശരീരവും ചാവും. എന്നാൽ മൽക്കുകളുടെ എനർജി, മൽക്കുകളുടെ അസ്തിത്വം നിലനിൽക്കാനുള്ള എനർജി അത്തസ്ബീഹു വത്തഖ്ദീസ്, അതാണ്. എന്നാൽ ഈ വിഷയത്തിൽ ജിന്നുകളുടെ നിലനിൽപ്പിന്, ജിന്നുകളുടെ അസ്തിത്വപരമായ നിലനിൽപ്പിന്റെ ഊർജം മനുഷ്യർക്കുള്ള ഊർജം പോലെ തന്നെയാണ്. അതെങ്ങനെ അല്ലാഹു നമുക്കറിയില്ല. ഈ ഏർപ്പാടോടുകൂടി ആകാശലോകത്ത് വളരുകയാണ്. ഈ സന്ദർഭത്തിലാണ് മലക്കുകളെ ഒരു യോഗം അല്ലാഹു തആല ആകാശലോകത്ത് വിളിച്ചു കൂട്ടുന്നത്, ഒരു സമ്മേളനം. ആ സമ്മേളനത്തിൽ ആരുണ്ട്? അസാസീലുണ്ട്. അവിടെ വെച്ചാണ് ഈ ചർച്ചകൾ മുഴുവനും നടക്കുന്നത്. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് സുജൂദ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ആ സന്ദർഭത്തിൽ അസാസീൽ മാറി നിന്നു. മലക്കുകൾ മുഴുവനും സുജൂദ് ചെയ്തു. സദസ്സ് പിരിച്ചുവിട്ടു. അസാസീലിനെ വിളിച്ചു, യാ ഇബ്ലീസ്. ഖുർആൻ അങ്ങനെയല്ലേ പറയാ, ഖാല യാ ഇബ്ലീസ്. എന്താ ഇബ്ലീസിന്റെ അർത്ഥം? ഇത് സ്വപ്നമല്ലല്ലോ, യാഥാർത്ഥ്യമല്ലേ. ഇതിപ്പോ കുറെ തലതിരിഞ്ഞ മൗലവിമാർക്ക് ഇതൊക്കെ ഒരു സങ്കല്പം, കഥ എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ജനങ്ങളെ പൊട്ടിസക്കുന്ന പരിപാടി കള്ളത്തരമല്ലേ? അത് ഒരു യാഥാർത്ഥ്യമല്ലേ? അത് അല്ലാഹു തആല വിളിക്കുകയല്ലേ. വേറെ ഏതോ വട്ടന്മാര് പറഞ്ഞു, ഈ ഭൂമിയിലുള്ള ഏതോ അപരിഷ്കൃത മനുഷ്യരാണ്. ഈ അപരിഷ്കൃത മനുഷ്യരുടെ വെല്ലുപ്പാപ്പ എപ്പ ആകാശത്തിലെത്തിയേ? ഭൂമിയിലെ ജിന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു അപരിഷ്കൃതരായ കാട്ടുജീവികളായ മനുഷ്യരാണ്. ഖുർആനിലെ തഫ്സീർ CN അഹ്മദ് മൗലവി, തലതിരിഞ്ഞ ആകാക്ക മൂപ്പരാണ് ഇത് ആദ്യം ഉണ്ടാക്കി കൊടുത്തത്. പിന്നെ ചേകന്നൂർ ഒട്ടും കുറവല്ലാതെ പിറകിലുണ്ട്. ജിന്നിന്റെ സാങ്കല്പിക സൃഷ്ടിയാക്കിയുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരെ ഒപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇപ്പം കുറച്ച് മൗലവിമാരെല്ലാം ഉണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട്. ജിന്ന് എന്ന് പറഞ്ഞാൽ അതൊരു കഥയാണ്, അതെന്തോ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ലൂസാക്കി വിടുന്ന കുറേ വട്ടന്മാര്. വിട്ടേക്ക്. ഞാൻ ചോദിക്കുന്ന, ആകാശലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല യാ ഇബ്ലീസ് എന്ന് വിളിച്ചത് ആരാണ്? മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണോ? മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണെന്ന് ചോദിച്ചെതിറ്റാന്ന് വരേണ്ടി വരൂലേ? എങ്കിൽ പിന്നെ യാ ഇബ്ലീസ് എന്ന് വിളിച്ചത് അത് കാട്ടുമനുഷ്യനാണെങ്കിൽ ആദം ഭൂമിയിലെത്തുന്നതിന് മുമ്പേ ഭൂമിയിൽ നിന്ന് എപ്പോൾ അടുത്തേക്ക് മനുഷ്യനെത്തിയത് കാട്ടുമനുഷ്യൻ. അപ്പൊ ആദം വരുന്നതിന് മുമ്പേ കാട്ടുമനുഷ്യൻ വരുന്നത്. അങ്ങനെയാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആദമിന്റെ മക്കളാണല്ലോ. അപ്പൊ ആദമിന്റെ മക്കളെ കൂട്ടത്തിൽ കാട്ടാളന്മാരുണ്ട്, അവരെയാണ് ജിന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ യാ മഹ്ശറൽ ജിന്നി വൽ ഇൻസ് എന്ന് പറഞ്ഞാൽ, ഇൻസ് എന്ന് പറഞ്ഞാൽ കൊച്ചൊക്കെ തൻ്റെ ഉള്ള ഒമാരെ പോലെയുള്ള മൗലവിമാര്. ജിന്ന് എന്ന് പറഞ്ഞാൽ നമ്മളെ പോലത്തെ കുറെ പൊട്ടന്മാരും. എന്താ അർത്ഥം കണ്ട്? ആകാശ ലോകത്ത് വെച്ച് അല്ലാഹു തആല വിളിക്കല്ലേ അയാളെ യാ ഇബ്ലീസ്. അസാസീലിനെയാണ് വിളിച്ചത്. ഇബ്ലീസ് ഇട്ട പേര് അള്ളാഹ് ഇട്ട പേരാണ് കൂട്ടരെ. ഖുർആനല്ലേ ഇത്.
അല്ലെങ്കിൽ പിന്നെ ആദമ യാഥാർത്ഥ്യവും ഇബിലീസ് മിഥ്യയുമാണെന്ന് പറയേണ്ടി വരും. ആദമ യാഥാർത്ഥ്യം, മനുഷ്യൻ യാഥാർത്ഥ്യം, ഇബിലീസ് സങ്കല്പം. നന്നായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അടിസ്ഥാനം പറയാണ്ട് ദീൻ പറയവരൊക്കെ നല്ല പുതിയരകളെ ബോധിപ്പിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ള മതക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി ദീനുൽ ഇസ്ലാം ഒരു 10-15% മാത്രമേ സമൂഹത്തിന്റെ ബുദ്ധിക്കൊതുങ്ങി കിട്ടുള്ളൂ. ബാക്കി 85% ബുദ്ധിക്കൊതുങ്ങി കിട്ടാത്തതാണ്. ബൗദ്ധികമാണ് ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് സ്ഥാപിക്കാന്ന് മെനക്കെടണ്ട. ബൗദ്ധികം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹു പഠിപ്പിച്ചു തരുന്ന കാര്യം മനസ്സിലാക്കാൻ പാകമായ ബുദ്ധിയാണ് മനുഷ്യൻ്റെത് എന്നേ അർത്ഥമുള്ളൂ. എന്നല്ലാതെ നിന്റെ ബുദ്ധിക്കൊത്തിട്ട് വ്യാഖ്യാനിച്ചിട്ട് അള്ളാഹു പറഞ്ഞതിനെ മാറ്റിമറിക്കാന്ന് അർത്ഥമില്ല. ഇവിടെ അള്ളാഹു തആല വിളിച്ചു, യാ ഇബ്ലീസ് മാ മനഅക്. ചർച്ചയാണ്. അള്ളാഹു സംഭാഷണം നടത്തുകയാണ്. അള്ളാഹുമായിട്ട് സംഭാഷണം നടത്തുകയാണ് കക്ഷി. ആദം മാത്രമല്ല സംഭാഷണം നടത്തിയത്. ആദം അള്ളാഹു തആല ഇബ്ലീസുമായിട്ടും ചർച്ച നടത്തുകയാണ്. മാ മനഅക് നേരിട്ട് ചോദിക്കുകയാണ്, കഥ പറയല്ല, നേരിട്ട് ചോദിക്കുകയാണ്. മാ മനഅക്, നിന്നെ തടഞ്ഞ വസ്തുത എന്താണ്? അതെങ്ങനെ? അല്ലാഹു അലം, അൽ കൈഫു മജ്ഹൂൽ. അള്ളാഹ് ചോദിക്കുകയാണ്, നിന്നെ തടഞ്ഞ കാര്യം. അൻതസ്ജുദ ലി ആദം, ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അത് ചെയ്യാതെ മാറി നിൽക്കാൻ നിന്നെ പ്രേരിപ്പിച്ച വസ്തുത എന്താണ്? ഇത് അമർത്തുക്, ഞാൻ നിന്നോട് കൽപ്പിച്ചപ്പോൾ. നീർക്കുന്നതിലല്ലേ സംസാരം. ഇത് അമർത്തുക്, ഞാൻ നിന്നോട് കൽപ്പിച്ചപ്പോൾ. ഞാൻ അയാളോട് കൽപ്പിച്ചപ്പോൾ അയാളോട് ഞാൻ അങ്ങനെ ചോദിച്ചു എന്ന് അള്ളാഹിന്റെ റസൂലിനെ അറിയിക്കല്ലോ അല്ലാഹു തആല ചെയ്യുന്നത്. ആ സംഭവം നേർക്ക് നേരെ സംസാരിച്ച വിഷയം ഹിക്കായത്ത് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. ഇത് അമർത്തുക്ക്, നിന്നോട് ഞാൻ കൽപ്പിച്ചപ്പോൾ. ആ നിന്നോട് എന്ന് അള്ളാഹു തആല പറഞ്ഞത് ഏത് കാട്ടുമനുഷ്യനാണ്? അതൊക്കെ ഇവർ പറഞ്ഞു തരണ്ടേ. ഏത് കാട്ടാളിനാണ്? ഇത് ജിദ്ദ് എന്ന് പറഞ്ഞാൽ ഏതോ കാട്ടാളിനാണ്, കാട്ടുമനുഷ്യരാണ്, അപരിഷ്കൃത മനുഷ്യർ എന്നാ പറഞ്ഞത്. അങ്ങനെ മഹാനായ അമാനി മൗലവി വളരെ കൃത്യമായിട്ട് അതിനെ ഗണ്ണിച്ചുകൊണ്ട് ആണ് പരിശുദ്ധ ഖുർആനെ തഫ്സീർ എഴുതിയത്. അമാനി മൗലവിൻ്റെ പരിഭാഷയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായത്, എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. നടുക്കത്തെ 15 ഇങ്ങോട്ട് താലോട്ടാണ് ആദ്യം പരിഭാഷ ചെയ്യുന്നത് മൂപ്പര്. സൂറത്തുൽ അംബിയ, സൂറത്തുൽ കഹ്ഫ് മുതലോ ഇങ്ങോട്ട് താഴത്തോട്ട്. എന്തിനാണെന്നറിയുമോ? ഈ വട്ടം മൗലവിമാര് ശാസ്ത്രത്തിനൊപ്പിച്ചിട്ട് പരിശുദ്ധ ഖുർആനെ വ്യാഖ്യാനിച്ചതിനെ എതിർത്തുകൊണ്ടാണ് മൂപ്പര് പരിഭാഷ തുടങ്ങുന്നത്. എന്നല്ലാതെ മുജാഹിദീങ്ങൾക്ക് വേണ്ടി ഒരു പരിഭാഷ വന്നിട്ട് തുടങ്ങിയതല്ല. പിന്നീടാണ് ആദ്യം മുതൽ അൽബക്കറ മുതൽ ഇങ്ങോട്ടുള്ള പകുതി പിന്നീട് വന്നത്. അങ്ങനെ ഇപ്പൊ 12 വാള്യങ്ങളായത്. ആദ്യത്തെ 6 വാള്യം പകുതി മുതൽ താഴെ സൂറത്തുൻ നാസ് വരെയാണ്. അത് അടിസ്ഥാനപരമായി ഇതേപോലെ സയൻസിനും ശാസ്ത്രത്തിനും ഒപ്പിച്ചിട്ട് ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്ത ചില വട്ടന്മാരായ മൗലവിമാരെ എഴുതി വെച്ച പരിഭാഷയ്ക്ക് എതിരായിട്ടാണ് മൂപ്പര് അതിനെ വിമർശിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതിയത്. വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ. അതിൻ്റെ ബാക്കിയായിട്ട് ഇപ്പം ചില മൗലവിമാര്, മുജാഹിദ് എന്നുള്ള പേരും പറഞ്ഞിട്ട് കുറച്ച് മൗലവിമാര്, ജിന്ന് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല, അൽ ഹഖ് ബൈനൽ ബാത്തിലൈൻ, ഹക്ക് 2 ബാത്തിലിൻ്റെ ഇടയിലാണ്. ഒരു ബാത്തിൽ പാടെ നിഷേധിക്കുക, രണ്ടാമത്തെ ബാത്തിലോ കൂടുതൽ പരിഗണിക്കുക. ഈ വിഷയത്തിൽ, ജിന്ന് വിഷയത്തിൽ സമൂഹം 2ന്റെ ഇടയിലാണ്. ബൈനൽ ഹഖ് വൽ ബാത്തിൽ, അൽ ഹഖ് ബൈനൽ ബാത്തിലൈൻ, 2 ബാത്തിലുകൾ. അതിൽ ഒരു ബാത്തില് തീരെ നിഷേധിക്കുക, രണ്ടാമത്തെ ബാത്തിലോ നമ്മൾ ഒന്നിച്ച് കിടത്താൻ പറ്റുന്ന സാധനമാണെന്ന് വിശ്വസിക്കുക. ജിന്നിന്റെ കാര്യത്തിൽ അൽ ഹഖ് ബൈനൽ ബാത്തിലൈൻ, അൽ ഹിദായത്തു ബൈനൽ ദലാലത്തൈൻ ശൈഖുൽ ഇസ്ലാം വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഹിദായത്ത് 2 ദലാലത്തിന്റെ ഇടയിലാണ്, ഹക്ക് 2 ബാത്തിലിന്റെ ഇടയിലാണ്. അൽ ഹഖ് ബൈനൽ ബാത്തിലൈൻ, അൽ ഹിദായത്തു ബൈനൽ ദലാലത്തൈൻ. ഒരു കൂട്ടക്കാര് ഇതരം സാങ്കല്പിക സൃഷ്ടിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ചു, നിഷേധാത്മക നയം ഒരു ബാത്തില്. വേറൊരു കൂട്ടക്കാര് നമ്മളെ കൂട്ടത്തിൽ കൂട്ടി നടത്താൻ പറ്റുന്ന സൈസാണെന്ന് പറഞ്ഞു വേറൊരു ബാത്തില്. 2ന്റെയും ഇടയിലാണ് ദീൻ. അൽ ഹഖ് ബൈനൽ ബാത്തിലൈൻ.
ഈ ആദ്യം പറയുന്ന ഗ്രൂപ്പ് ആകാശ ലോകത്ത് വെച്ച് അല്ലാഹു തആല യാ ഇബ്ലീസ് എന്ന് വിളിച്ചത് ആരെയാണ്? മനുഷ്യരുടെ കൂട്ടത്തിലുള്ള ഏതോ കാട്ടുജാതിക്കയുടെ നേതാവാണോ? അയാൾ എപ്പോഴാണ് ആകാശത്തിലെത്തിയത്? എന്നിട്ട് അല്ലാഹു തആല ചോദിക്കുന്നു, നിന്നെ തടഞ്ഞ കാര്യം എന്താണ്? ഇത് അമർത്തുക്ക്, നിന്നോട് ഞാൻ കൽപ്പിച്ചപ്പോൾ എന്താണ് ആ കൽപ്പന? സുജൂദ് ചെയ്യാനുള്ള കൽപ്പന. കൃത്യമാണല്ലോ. അപ്പൊ ആകാശത്തിൽ വെച്ച് നടന്ന സംഭവങ്ങൾക്ക് സാക്ഷിയായിട്ട് അല്ലാഹു തആല വെച്ചതാണ് ഇയാളെ എന്നല്ലേ മനസ്സിലാകുന്നത്. അപ്പൊ അയാൾ പറഞ്ഞ മറുപടി എന്താണ്? അല്ലാഹുവിനല്ലേ മറുപടി അറിയുന്നത്. അന ഖൈറും മിൻഹു, അന ഖൈറും മിൻഹു, ഞാൻ ഈ ആദമിനേക്കാൾ മിടുക്കനാണ്. ഖലഖ്തഹു മിൻ തീൻ വ ഖലഖ്തനി മിൻ നാർ, ഖലഖ്തനി മിൻ നാർ വ ഖലഖ്തഹു മിൻ തീൻ. അങ്ങനെ ആയത്, നീ അയാളെ മണ്ണുകൊണ്ടാണ് സൃഷ്ടിച്ചത്, എന്നെ നീ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ്. അഅസ്ജുദു ലിമൻ ഖലഖ്ത തീ, അഅസ്ജുദു ലിമൻ ഖലഖ്ത തീന, നീ ചളിമണ്ണ് വഴിച്ചിട്ടുണ്ടാക്കിയവനിക്ക് ഞാൻ സുജൂദ് ചെയ്യുകയോ? ഖുർആനല്ലേ. ഈ ചർച്ച നടന്നത് എവിടെ നിന്നാണ്? ആകാശത്തിൽ നിന്നാണ്. ഇനി ഭൂമിയിൽ നിന്നാണെങ്കിൽ ആദം ഭൂമിയിൽ വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ടോ? ഭൂമിയിൽ നിന്നാണെന്ന് വെച്ചോ, ആകാശത്തിൽ ആദം എത്തുന്നതിന് മുമ്പ് ഭൂമിയിൽ അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ ഭൂമിയിൽ? അതായത് നേരത്തെ പറഞ്ഞത്, ഇവന്മാരൊന്നും ദീനിന്റെ തുടക്കം പറയില്ല, ദീനുൽ ഇസ്ലാമിന്റെ തുടക്കം പറയില്ല, അസില് പറയില്ല. ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളുമായിട്ട് മാത്രം ബന്ധപ്പെടുത്തിയിട്ടാണ് സംസാരിക്കുക. അപ്പൊ പിന്നെ സാധാരണക്കാരനെ പറ്റിക്കാൻ എളുപ്പമാണല്ലോ. രണ്ട് ബാത്തിലുകൾക്കും പടയെ നിഷേധിക്കുന്നവർക്കും ഒന്നിച്ചു കൂട്ടിയിരുത്താന്ന് പറയുന്നവർക്കും എല്ലാവർക്കും സാധാരണക്കാരനെ പറഞ്ഞ് പറ്റിക്കാൻ എളുപ്പമാണ്, അസില് പറയേണ്ടിയില്ലല്ലോ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറഞ്ഞു, ഉഖ്റുജ് മിൻഹ, പുറത്തു പോടാം. വളരെ കൃത്യമല്ലേ കാര്യം? ആ സമയത്ത് ശൈത്താൻ അള്ളാഹുവിനോട്, ഇബ്ലീസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? മൻ അബിലസ മിൻ റൗഹില്ല, അബിലസ യുബ്ലിസു, ഇബ്ലീസ്, അബിലസ യുബ്ലിസു, അഫ്അല യുഫ്ഇലുന്റെ ഇഫ്ഈൽ ബാബാണ് ഇബ്ലീസ്. നിരാശനാക്കപ്പെട്ടവൻ. മൻ അബിലസ മിൻ റൗഹില്ല, അള്ളാഹിന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിരാശനാക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. അള്ളാഹു പോടാന്ന് പറയുന്നതോടുകൂടി മർജൂമികളെ കൂട്ടത്തിൽ പെട്ടു, അവൻ എറിഞ്ഞു ഓടിച്ചവരെ കൂട്ടത്തിൽ പെട്ടു. അതുകൊണ്ടാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്താനി റജീം എന്ന് പറയുന്നത്. ഐ അൽ മർജൂം, ആട്ടി ഓടിക്കപ്പെട്ടവൻ, എറിഞ്ഞോടിക്കപ്പെട്ടവൻ. ആ ശൈത്താൻ തൊട്ട് നിന്നോട് ഞാൻ കവല്ലത്തിടുന്നു എന്ന് പറയുന്നത് ആ റജീമിന്റെ മാനെ അതാണ്. പോടാന്ന് പറഞ്ഞ ആ വാക്കിന്റെ പരിഭാഷയാണ് ആകാശലോകത്ത്. അപ്പോഴാണ് ചങ്ങായി ചോദിക്കുന്നത് അള്ളാഹുവിനോട്, ഹേ അല്ലാഹ്, റബ്ബി അൻദിർനി ഇലാ യൗമി യുബ്അസൂൻ, എന്നെ നീ ഖിയാമത്ത് നാൾ വരെ ബാക്കിയാക്കണം, നിലനിർത്തണം. ഖിയാമത്ത് നാൾ വരെ എന്നെ നിലനിർത്തണം. ഇന്നക മിനൽ മുൻദരീൻ ഇലൽ വഖത്ത് ഇലാ യൗമിൽ വഖത്തിൽ മഅലൂം. ശരി, നിനക്ക് ആ സൗകര്യം ഞാൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് ഈ ഭൂലോകത്ത് ഏതോ കാട്ടിൽ ജീവിക്കുന്ന ആദിവാസികൾക്കാ ഈ സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുന്നത്. മുൻദരി എന്ന് പറഞ്ഞത് എന്താണ് നിന്റെ പരിപാടി? ഫബിഇസ്സതിക ലഉവിയന്നഹും അജ്മഈൻ, നിന്റെ ഇസ്സത്തിനെ മുൻനിർത്തിയിട്ട് ഞാൻ പറയുന്നു, അല്ലാഹുവേ, ഈ ആദമിനെയും ആദമിന്റെ മക്കളെയും ഞാൻ വിടൂല. അപ്പോഴാണ് അല്ലാഹ് പറഞ്ഞ്, ശരി, ഇന്നക മിനൽ മുൻദരീൻ. അപ്പോൾ ശൈത്താൻ പറഞ്ഞത്, ഇല്ലാ ഇബാദക്കൽ മുഖ്ലസീൻ, ആദമിന്റെ മക്കളെ കൂട്ടത്തിൽ മുവഹിദുകളെ എനിക്ക് കിട്ടൂല എന്ന് എനിക്കറിയാം, ബാക്കിയുള്ളവരെയും കൊണ്ടേ ഞാൻ നരകത്തിലേക്ക് പോവുള്ളൂ. ഹക്കല്ലേ? ഖുർആനല്ലേ? കഥയാണോ? താരീഖാണോ? അല്ലെങ്കിൽ നബിവചനമാണോ? പരിശുദ്ധ ഖുർആനല്ലേ ഇതൊക്കെ? ആ ചാപ്റ്ററുടെ ക്ലോസ് ആയി, ആ സംഭവം അവിടെ അവസാനിച്ചു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിന്റെ കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചു. അടുത്ത നടപടി, തുടർ നടപടി എന്താണെന്ന്, ആദമിന് വേണ്ടി ഒരു ഇണയെ നിർമ്മിക്കുക എന്നുള്ളതാണ്. ഈ സംഭവം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ആദമിന്റെ ആ ഇണയുടെ നിർമ്മാണം നടക്കുന്നത്. വഖലഖ മിൻഹ സൗജഹ, എല്ലാം കഴിഞ്ഞിട്ടാണ്. അന്നേരൊന്നും ഹവ്വ ഇല്ല, ഇതിനൊന്നും സാക്ഷിയായിട്ട് ഹവ്വ ഇല്ല. എല്ലാ സംഭവവും കഴിഞ്ഞിട്ടാണ്
ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി ഒരു ഇണയെ നിർമ്മിക്കുന്നത്. സൂറത്തുൻ നിസാ, ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വഖലഖ മിൻഹാ, ആ ഒരു ആത്മാവിൽ നിന്ന്, ആ ഒരു നഫ്സിൽ നിന്ന് സൃഷ്ടിച്ചു, സൗജഹാ, ഇണയെ സൃഷ്ടിച്ചു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വബസ്സ മിൻഹുമാ, ആദമിനെയും ഹവ്വാനെയും ആദമിൽ നിന്നും ഹവ്വായിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചു. ബസ്സാവത ഉൽപ്പാദിപ്പിക്കുക. റിജാലൻ കസീറൻ വനിസാ, ഒരുപാട് പുരുഷന്മാരും ഒരുപാട് പെണ്ണുങ്ങളും. ഭൂമിയിലെത്തിയ പ്രത്യുൽപാദനത്തെ പറ്റിയാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് ഉൽപ്പത്തി നിർമ്മാണത്തെ പറ്റിയാണ്, പിന്നെ പറഞ്ഞത് പ്രത്യുൽപാദനത്തെ പറ്റി. ഉൽപ്പത്തി നിർമ്മാണം ആകാശത്തിലാണ്, പ്രത്യുൽപാദനം ഭൂമിയിലാണ്. ജിന്നിന്റെ ഉൽപ്പത്തി നിർമ്മാണം ഭൂമിയിലാണ്, പ്രത്യുൽപാദനത്തിന്റെ തുടക്കക്കാരൻ ആകാശത്തിലാണ്. എന്തൊരു രസമാണ് അള്ളാഹുവിന്റെ അള്ളാഹിന്റെ പ്രമേയം. അള്ളാഹു നമ്മളെ മുമ്പിൽ അവതരിപ്പിച്ച പ്രമേയം എന്ന് ചിന്തിച്ചു നോക്കരുത്. അവിടെയൊക്കെ എങ്ങനെയായിരിക്കും അത്? സയൻസ് എന്താ പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, സയൻസ് റസൂലുള്ള. ഈ സയൻസ് റസൂലുള്ളക്കാർക്ക് എന്നോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. സയൻസ് റസൂലുള്ള എന്നെ അരച്ചു കൊടുത്താൽ കുടിക്കും. പണ്ടൊക്കെ ഏപ്പിക്കാരായിരുന്നു കുടിക്കല്. ഇപ്പം ഏപ്പിക്കാർക്ക് അത്ര വലിയ വിഷമില്ല. ഇപ്പം സയൻസ് റസൂലുള്ളക്കാർക്കാണ് ഭയങ്കര വിഷം. 1980-90 കാലഘട്ടത്തിലൊക്കെ AP കുറിപ്പ് എന്നെ അരച്ചു കൊടുത്ത് ആരെ കുടിച്ചിട്ട് ദേഷ്യം തീർന്നു. ഇപ്പോൾ ഒന്നും കാണുന്നില്ല, എന്താണെന്നറിയില്ല. എല്ലാവർക്കും ആവശ്യത്തിനായി, പിന്നെ എനിക്ക് എതിർക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എതിർപ്പും മറ്റൊക്കെ വരുന്ന അനുയായികളെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. അനുയായികളൊക്കെ സെറ്റപ്പായി, ബാങ്ക് സെറ്റപ്പായി, അനുയായി സെറ്റപ്പായി, സംഘടന സെറ്റപ്പായി. ഇനി പിന്നെ ആരും എതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇൻഖിലാബ് സിന്ദാബാദ്, ഇനി ജാഥ, നാടകം, പാട്ട്, കൂത്ത്, ഇതൊക്കെ കണ്ടിട്ടില്ലേ? പാട്ടും കൂത്തും ഒപ്പനയും പെരുന്നാളും പിന്നെ കല്യാണവും, പിന്നെ എന്താണ് റുഷ്ദിയ, എന്താണ് ഇതൊക്കെ ഇപ്പം മൊയ്ലിയന്മാരെ ജോലി. കാരണം ഇപ്പം സംഘടനാ പ്രവർത്തനത്തിന് വഹാബികളെ ചീത്ത വരേണ്ട ആവശ്യമൊന്നും ഇനിയില്ല. ആവശ്യത്തിനായി, എല്ലാം ആവശ്യത്തിനായി. അതുകൊണ്ട് വഹാബികളെ കൂടുതൽ ചീത്ത പറഞ്ഞിട്ട് ആളെ കൂട്ടേണ്ട ആവശ്യമില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇപ്പൊ സയൻസ് റസൂലുള്ളാർക്കാണ് ഭയങ്കര സൂക്കേട്. നോക്കാം, അല്ലാഹു തആല എല്ലാറ്റിനും ഒരു പരിധി വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ആക്കിബത്ത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ആക്കിബത്തുൽ ഉമൂർ, കാര്യങ്ങളുടെ പര്യവസാനം അള്ളാഹുവിൻ്റെ കസ്റ്റഡിയിലാണ്. ഹവ്വാനെ നിർമ്മിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്നു, ഇനി നിങ്ങൾ ഇവിടെ താമസിക്കണ്ട. ഇത് ബാച്ചിലേഴ്സിന് മാത്രം പറ്റിയ സ്ഥലമാണ്, കുടുംബത്തിന് പറ്റിയ സ്ഥലമല്ല. കുടുംബക്കാരെവിടെ താമസിക്കണം? ഇനി സ്വർഗത്തിൽ പോയി താമസിച്ചു. വഖുൽനാ യാ ആദം ഉസ്കുൻ അൻത വസൗജുക അൽ ജന്ന. ആകാശം ബാച്ചിലേഴ്സിന് മാത്രമേ പറ്റൂ. അവിടെ ബെഡ്റൂം ഒന്നുമില്ല, അവിടെ മറയൊന്നുമില്ല. മലക്കൾക്ക് മറേണ്ട ആവശ്യമില്ല. മലക്കൾക്ക് മറേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മലക്കൾ ആരാണെന്ന്. പിന്നെ എന്തിനാ ബെഡ്റൂമും കട്ടിലൊക്കെ, കക്കൂസും കുളിമുറിയൊക്കെ എന്തിനാണ് മലക്കൾക്ക്? ആദമിനും ഹവ്വാക്കും അത് പറ്റൂല. സ്വർഗത്തിൽ പോയി താമസിച്ചോ? അവിടുത്തെ സംഭവിച്ചത് ആകാശലോകത്ത് സംഭവിച്ചല്ലേ? അത് സ്വർഗത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലല്ലേ മറ്റാൾ ജോലി തുടങ്ങിയത്? ആര്? റബ്ബി അൻദിർനി ഇലാ യൗമി യുബ്അസൂൻ. അത് ഈ ഭൂമിയിൽ നിന്ന് ഏതോ കാട്ടുനിന്ന് കാട്ടളന്മാർ കയറിപ്പോയിട്ടാണോ ബഹുമാനപ്പെട്ട ആദം ഹവ്വ ദമ്പതിമാരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയത് സ്വർഗത്തില്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പാടാക്കിയ സംവിധാനമല്ലേ അത്? ഈ ആദം മുതൽ തുടങ്ങും തന്നെയല്ലേ അള്ളാഹ് കൊടുത്ത ഉറപ്പ്? അള്ളാഹ് ഇങ്ങോട്ട് കൊടുത്ത ഉറപ്പ് അങ്ങനെ തന്നെയല്ലേ? ഇന്നക മിനൽ മുൻദരീൻ ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം. ഖിയാമത്ത് നാൾ വരെ നിനക്ക് ഞാൻ ആ സൗകര്യം തന്നിരിക്കുന്നു എന്നല്ലേ അള്ളാഹ് പറഞ്ഞിരിക്കുന്നത്. ഉദ്ഘാടന കർമ്മം നിർവഹിച്ചില്ലേ സ്വർഗത്തിൽ വെച്ച്? എന്താ അയാൾ വന്നിട്ട് പറഞ്ഞത് ആദമിനോട്? ആദം ഹവ്വ ഈ മരത്തിന്റെ പഴം തിന്നാൻ പാടില്ലെന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ലേ? ഞാൻ നിങ്ങൾക്ക് നാസിഹാണ്, ഗുണകാംക്ഷയുള്ളവനാണ്. നിങ്ങളെ ഗുണകാംക്ഷയാണ് ഞാൻ. നിങ്ങളോട് ആ പഴം പറിക്കരുത് എന്ന് പറഞ്ഞത് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ കുറെ കാലം താമസിച്ചതാ, എനിക്കറിയാം. ആ പഴം പറിക്കേണ്ടെന്ന് പറഞ്ഞത് എന്തിനാണെന്നറിയോ? ആ പഴം തിന്നാൽ നിങ്ങൾ കാലാകാലം കഴിച്ചു കൂട്ടേണ്ടി വരും. പകുതിക്ക് നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിടേണ്ട പരിപാടി ഉണ്ട് അള്ളാഹ്ക്ക്. അള്ളാഹിൻ്റെ ഏർപ്പാടുകളൊക്കെ കുറെ കണ്ടും കേട്ടും മനസ്സിലാക്കിയാൽ നിങ്ങളിപ്പം വന്നതല്ലേ, ഞാൻ നേരത്തെ ഉള്ളതാണ് ഇവിടെ. എങ്ങനെ ഉണ്ടായി പറച്ചൽ? അല്ല, നമ്മൾ സാധാരണ രീതിയിലൊന്നും ചർച്ച ചെയ്ത് നോക്കരുതോ. അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ തിന്നോ, അല്ലെങ്കിൽ നിങ്ങളെ സൗകര്യം പോലെ ചെയ്തോ, ഞാൻ പോവുക.
അതും പറഞ്ഞിട്ടാണെങ്കിൽ പോയി. ഇബ്ലീസിനെ പറ്റി എപ്പോഴും പഠിക്കുന്ന മനസ്സിലും ഒരു കാരണവശാലും പ്രവർത്തിപ്പിക്കൂല, നമ്മളെ കൊണ്ട് അവൻ ജോലി ചെയ്യിപ്പിക്കൂല, ചെയ്യാൻ പ്രേരിപ്പിക്കുകയേ ചെയ്യുള്ളൂ. നമ്മളെ കൂട്ടത്തിൽ അവൻ ഉണ്ടാവില്ല. അത് അള്ളാഹുവിൻ്റെ നിശ്ചയം അങ്ങനെയാണ്. എല്ലാം ഏർപ്പാടാക്കിയ വക്കത്തെത്തിച്ചിട്ട് ഞാനിങ്ങ് പോകാന്ന് വെച്ചാൽ പോകും. പിന്നെ നമ്മൾ ഒറ്റക്ക് കഴിഞ്ഞോളണം. എങ്ങനെ? ആ ഒറ്റക്ക് കഴിഞ്ഞോളണം. അവിടെ നിന്ന് സംഭവിച്ച അങ്ങനെ തന്നെയാണ്. ചങ്ങായി അങ്ങ് പോയി. പിന്നെ അവിടെ നിന്നിട്ടൊന്നുമില്ല, പഴം പറിച്ചു കൊടുക്കാൻ നിന്നിട്ടില്ല, കൊക്ക കെട്ടിയിട്ട് പറിച്ചു കൊടുക്കാൻ നിന്നിട്ടില്ല. നിങ്ങൾ തന്നെ ചെയ്തോ? ഇവരെ ഭാര്യയും ഭർത്താക്കും ചർച്ചയായി. ഹവ്വാവും ആദമും. ഭർത്താവ് പറഞ്ഞു, ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഞാൻ പറിക്കുന്ന പ്രശ്നമേ ഇല്ല, അള്ളാഹ് പറിക്കണ്ടെന്ന് പറഞ്ഞു, ഞാൻ പറിക്കുന്നുണ്ട്. ഇപ്പം ഭാര്യ അല്ല, പറിക്കണ്ട എന്ന് പറഞ്ഞൊരു കാരണം ഉണ്ടാവുമല്ലോ. നമ്മൾ അള്ളാഹിനെ ധിക്കരിക്കാനല്ലല്ലോ പറിക്കുന്നത്, ഇവിടെ തന്നെ കഴിച്ചു കൂട്ടാനല്ലേ. അള്ളാഹ് തന്ന നിഅമത്ത് നിലനിർത്താനല്ലേ നമ്മൾ ഇത് ചെയ്യുന്നത്. അള്ളാഹ് തന്ന നിഅമത്ത് നിലനിർത്താനല്ലേ നമ്മൾ ലോൺ എടുത്തിരിക്കുന്നത് ബാങ്കിൽ നിന്ന്. എന്താ? അള്ളാഹുവിന്റെ പള്ളി നിലനിർത്താനല്ലേ നമ്മൾ ബിൽഡിംഗ് എടുത്തിട്ട് ബാങ്കിന് വാടക കൊടുത്തിരിക്കുന്നത്. എങ്ങനെയുണ്ട്? എന്നെ ആടുന്ന് ചർച്ച വന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ. അള്ളാഹ് ചെയ്ത നിഅമത്ത്, ആ നിഅമത്ത് നിലനിർത്താനല്ലേ നമ്മൾ പഴം പറിച്ചു നിന്നത്. എന്നല്ലാതെ നമ്മൾ അള്ളാഹ് തന്ന നിഅമത്തിനെ വലിച്ചെറിയാനല്ലല്ലോ പഴം പറിക്കുന്നത്. രണ്ടാളും കൂടി ഭയങ്കര വർത്താനം. അവസാനം രണ്ടാളും കൂടി പഴം പറിക്കാൻ രണ്ടാളും കൂടി പഴം പറിക്കാൻ. അവിടെ എല്ലാം തസ്നിയാന്റെ നിമിറിട്ടിട്ടാണ് അല്ലാഹു തആല സംസാരിച്ചത്. ശ്രദ്ധിച്ചിട്ടില്ലേ വാക്ക്? ഇങ്ങനെ രണ്ടാള് എന്നെല്ലാം വാർത്താനാണ് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ. എന്നുവെച്ചാൽ അത് ഹവ്വ മാത്രമാണെന്ന് ക്രിസ്ത്യാനികൾ പറയാൻ തുടങ്ങി. പുരുഷന്മാരെ കുറ്റമുക്താക്കി പെണ്ണുങ്ങളെ കുറ്റക്കാരാക്കാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യാനികൾ ചെയ്ത പണിയാണ്. അതിന് ഇങ്ങനെ കണ്ണിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എല്ലാം തസ്നിയാന്റെ വാക്കാ പറഞ്ഞിരിക്കുന്നത്. രണ്ടാൾ തിന്നു, രണ്ടാൾ പറിച്ചു, രണ്ടാൾ തിന്നു, രണ്ടാൾ കുറ്റക്കാരായി, എല്ലാത്തിനും രണ്ടാളെന്ന് അള്ളാഹ് പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് സംഭവിച്ചതോ അല്ലാഹു തആല പറഞ്ഞു, ഇഹ്ബിത്തു ഫിൽ അർദ്, ഭൂമിയിലേക്ക് പോയിക്കോ. അപ്പോഴല്ലേ ആദം ഹവ്വാവും ഭൂമിയിലെത്തി. ഇപ്പോഴല്ലേ എത്തുന്നുള്ളൂ കൂട്ടരെ. ഈ സന്ദർഭത്തിൽ ആദം ഹവ്വ ദമ്പതിമാരെ മാത്രമാണോ ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയക്കുന്നത്? അള്ളാഹുവിന്റെ മുമ്പിൽ പരിശീലനം ലഭിച്ച ഇബ്ലീസും ആ കൂട്ടത്തിൽ വരികയല്ലേ ഭൂമിയിലേക്ക്? അത് മാത്രം സങ്കല്പം, ഇത് യാഥാർത്ഥ്യം. ആദം ഹവ്വ ദമ്പതിമാര് വന്ന് അത് യാഥാർത്ഥ്യം, മറ്റോ വന്നതോ അത് സങ്കല്പം. അതെങ്ങനെ സങ്കല്പമാകുക? ഈ ചർച്ചയെല്ലാം നടക്കുന്ന ആകാശത്തിലല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിന് സമ്മതം കൊടുത്തു, നീയും പോ ഭൂമിയിലേക്ക്, നിന്റെ തന്ത്രങ്ങളൊക്കെ ഇനി ഭൂമിയിൽ മതി, ഇവിടെ വേണ്ട. ആ തന്ത്രവുമായിട്ടല്ലേ, ലലാലത്തിന്റെ സകല തന്ത്രങ്ങളുമായിട്ടല്ലേ അവൻ ഭൂമിയിലേക്ക് വന്നത്. അതേ അവസരത്തിൽ പഴം പറിച്ചു തിന്നത് പുറത്താക്കി തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലല്ലേ ആദം ഹവ്വ ദമ്പതിമാരും ഭൂമിയിലേക്ക് വന്നത്. അങ്ങനത്തല്ലേ അല്ലാഹ് പറഞ്ഞത്, ലക്കും ഫിൽ അർദി മുസ്തഖറും വ മതാഉൻ ഇലാഹി. നിങ്ങൾക്ക് തിന്നാനും കുടിക്കാനുള്ള സൗകര്യം ഞാൻ ഭൂമിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, താമസിക്കാനുള്ള സൗകര്യമുണ്ട്. ഫീഹ തഹ്യൗന വ ഫീഹ തമൂതുന വ മിന്നാ തുഖ്റജൂൻ. അവിടെ നിങ്ങൾ ജീവിക്കണം, മരിക്കണം. അവിടെ നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അങ്ങനെ ഒരു ജീവിത മരണം നിങ്ങൾക്ക് ഭൂമിയിൽ ഞാൻ സംവിധാനിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ കൂട്ടത്തെ ഞാൻ പറഞ്ഞത് കൃത്യമായി അനുസരിക്കുന്നത് ആരാണ് എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാ അല്ലേ ആദം ഭൂമിയിലേക്ക് വന്നത്. ഇബ്ലീസ് വന്നെന്താണ്? ആ അനുസരിക്കുന്നവനെ അനുസരണക്കേടിലാക്കാനാണ്. ഇത് രണ്ടും അള്ളാഹിന്റെ സംവിധാനമാണ്. ഇത് അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല യഖീൻ ഇല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ആ മനസ്സിലാകാത്തോണ്ടാണ് മൗലവിമാർക്ക് ജിന്ന് എന്ന് പറയുമ്പോൾ ഹാലളുന്നത്, ശൈലി എന്ന് പറയുമ്പോൾ ഹാലളും പോലെ. ശൈലി എന്ന് കേൾക്കുമ്പോൾ തന്നെ അപസ്മാര രോഗം പിടിക്കുന്ന കുറേ ആളുണ്ട് ഇപ്പം ഭൂമിയിൽ. അതേപോലെ ജിന്ന് എന്ന് കേൾക്കുമ്പോൾ ബാത്തിന്റെ ശക്തികൾക്കും ജിന്നികൾക്കും ഹരമാണ്. പിന്നെ രണ്ട് ബാത്തിൽ, അങ്ങത്തലക്ക് അപ്പുറത്തുള്ള ബാത്തിൽ ഇപ്പുറത്തുള്ള ബാത്തിൽ, രണ്ട് ബാത്തിൻ്റെയും ശക്തികൾക്ക് ജിന്ന് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. സയൻസിന്റെ അല്ല, സയൻസ് റസൂലുള്ള. പിന്നെ ഇപ്പുറത്തെ ബാത്തിന് എന്താ പേരിടുക? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഏർപ്പാടുകളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം ഇന്നല്ലാഹ ഇസ്തഫാ ആദം, നുബുവത്ത് നൽകി അല്ലാഹു ആദമിനെ തിരഞ്ഞെടുക്കുകയാണ്. ഇതല്ലേ ചരിത്രത്തിന്റെ തുടക്കം.
ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യ സമൂഹത്തിന്റെ താരീഖിന്റെ തുടക്കതല്ലേ? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ എന്തിനായിരുന്നു ആ നുബുവത്ത്? നിലവിൽ ഭൂമിയിൽ മതമില്ലാതെ ജീവിക്കുന്ന ഏതെങ്കിലും മതക്കാരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ അതിന് നബിയായത്? അല്ല. സ്വന്തം ഭാര്യ മക്കൾ ഇസ്ലാമോടുകൂടി ജീവിക്കുന്നവരാണ്. അവരാകാശത്തിൽ നിന്ന് ഭാര്യ ഭർത്താക്കന്മാർ വന്നതാണ്. അവർക്ക് നന്നായിട്ട് അള്ളാഹിനെ അറിയാം. ഭൂമിയിൽ വന്നപ്പോൾ പ്രത്യുൽപാദനം തുടങ്ങി. ആ മക്കൾ വളർന്നു വലുതായപ്പോൾ അവർക്ക് അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുക്കാനും ആ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യാനുമുള്ള പരിശീലനം കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദഅവത്തിന്റെ ഡ്യൂട്ടി ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനില്ല. ആ നില തുടർന്നില്ലേ? ഏതാണ്ട് 10 തലമുറയോളം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, 10 തലമുറ കുല്ലുഹും ഫി തൗഹീദ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾ 10 തലമുറ തൗഹീദിലായിരുന്നു എന്ന്. എന്നുവെച്ചാൽ എൻ്റെ അർത്ഥം നബിമാരുടെ നുബുവത്ത്, നബിമാരുടെ തർബിയത്ത് പൂർണ്ണമായും ഫലം കണ്ടു എന്നല്ലേ എൻ്റെ അർത്ഥം. ആവശ്യത്തിന് നബിമാരെ അയച്ചു അല്ലാഹു തആല. ആദം നബിന്റെ കാലം കഴിഞ്ഞപ്പോൾ ഇദ്രീസ് നബിനെ അയച്ചു. ഇദ്രീസ് നബിന്റെ കാലം കഴിഞ്ഞപ്പോൾ ശീസ് നബിനെ അയച്ചു. ശീസ് നബിന്റെ കാലം കഴിഞ്ഞപ്പോൾ ഇദ്രീസ് നബിനെ അയച്ചു. നബിമാരുടെ ദൗത്യം നിർവഹിച്ചു. 10 തലമുറ ജാറത്തിലെത്താതെ, വലിയിലും ഷെയ്ഖിലും എത്താതെ ജീവിച്ചിരിക്കുന്ന മരിച്ചുപോയ വലിയുകൾ, ജീവിച്ചിരിക്കുന്ന ജിന്നുകൾ, ജീവിച്ചിരിക്കുന്ന ജിന്നുകളിലെത്താതെയും മരിച്ചുപോയ മനുഷ്യരിലെത്താതെയും ആ 3 നബിമാരുടെ കാലഘട്ടം കഴിഞ്ഞുപോയി. അവർക്ക് ജിന്നിനെയും പരിചയമില്ല, മനുഷ്യനെയും പരിചയമില്ല. വലിയന്, മരിച്ചുപോയ വലിയനെയും പരിചയമില്ല, ജീവിച്ചിരിക്കുന്ന ജിന്നിനെയും പരിചയമില്ല. ആ 10 തലമുറകൾക്ക് ശേഷമല്ലേ സമൂഹത്തില് ആവശ്യമില്ലാത്ത ചിന്തകൾ കടന്നുകൂടാൻ തുടങ്ങിയത്? അതെ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം ആകാശത്തിൽ നിന്ന് വന്ന ശത്രു, ഇന്നഹു അദുവ്വുൻ ലക്കും ഫത്തഖിദൂഹു അദുവ്വാ അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. ആ അദുവ്വ് പരിശ്രമം തുടങ്ങി. പക്ഷെ ആ 10 തലമുറയെ അല്ലാഹു തആല സംരക്ഷിച്ചു. 11ാമത്തെ തലമുറയിൽ അവന്റെ തന്ത്രം വിജയിച്ചു. തന്ത്രം വിജയിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായി 5 ജാറങ്ങൾ വെച്ചുകൊണ്ടാണ്. അവിടെയാണ് ശിർക്കിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്നത്. ഇപ്പൊ ആദമിന്റെ ആ തരീഖയിൽ, നുബുവത്ത് റിസാലത്തിന്റെ തരീഖയിലും ജോലിയായി ലലാലത്തിന്റെ ഭാഗത്തും ജോലിയായി. ലലാലത്തിന്റെ പ്രബോധകനായ ഇബ്ലീസിനും ജോലിയായി. ഇതിൻ്റെ ഇടയിൽ ഇബ്ലീസിന് മക്കൾ ഉണ്ടാകാൻ തുടങ്ങി. ഒരു വിഷയം. ഇപ്പൊ നിലവിലുള്ള ജിന്ന് ആരാണ്? ദുര്രിയത്തു ഇബ്ലീസ്, ഇബ്ലീസിന്റെ സന്താനങ്ങളാണ്. എന്നുവെച്ചാൽ പണ്ടേ ഉള്ള ജിന്നുകളല്ല ഇപ്പോൾ ഉള്ളത്. ആകാശത്തിൽ നിന്ന് വന്ന ഇബ്ലീസിന്റെ മക്കളാണ് ഇപ്പൊ നിലവിലുള്ളത്. ആ ഇബ്ലീസിന്റെ മക്കൾ ഉണ്ടായത് എങ്ങനെ? അല്ലാഹു അലം. ആ ഇബ്ലീസിന്റെ ഭാര്യ അല്ലാഹു അലം. അത് ജാമിയത്തുൽ ജിന്നിലെങ്ങാനും പോയി ചോദിച്ചു നോക്കണം. നിങ്ങളുണ്ടല്ലേ ജിന്നുകളെ പഠിപ്പിക്കുന്ന സ്ഥലം ഉണ്ടാവില്ലേ? ജാമിയത്തുൽ ജിന്ന് കേട്ടിട്ടില്ലേ? സ്ഥലം ഉണ്ടാവും. ജിന്നിനെ പഠിപ്പിക്കും, ജിന്നി യൂണിവേഴ്സിറ്റി. ഇതെല്ലാം പറയുമ്പോൾ ഒരു കൂട്ടക്കാർക്ക് ഇങ്ങനെ കളകും. എന്നെ കണ്ട കിണ്ണം കെട്ടവനെ പോലെ തോന്നുന്നുണ്ടോ ചോദിച്ചാൽ ഞാൻ എന്താ ചെയ്യാ? ഇബ്ലീസിന്റെ ഭാര്യ അല്ലാഹു അലം. നമുക്കങ്ങനെ ഒരു ഭാര്യയെ പരിചയപ്പെടുത്തി തന്നിട്ടില്ല അല്ലാഹു തആല. പിന്നെ എങ്ങനെ മക്കളുണ്ടായത്? അല്ലാഹു അലം. ഭാര്യയും ഭർത്താവും ഉണ്ടോ? അല്ലാഹു അലം. ദുര്യത്തുണ്ടോ? ഉണ്ട്. ഖുർആൻ. ആ ദുര്യത്തുണ്ടായ വഴി മനുഷ്യനുണ്ടായത് ആദം ബാപ്പ, ഹവ്വ ഉമ്മ. ആദമിൽ ഹവ്വയിൽ നിന്നുണ്ടായി, കൃത്യമായ രേഖ. ജിന്നുണ്ടായത് ബാപ്പ ഇബ്ലീസ്, ഒരാളുണ്ട്, അസ്തിത്വമുണ്ട്, അത് ഉറപ്പാണ്. കാരണം അല്ലാഹു തആല പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അവന്റെ ദുര്യത്താണ് ജിന്നുകൾ. കൂട്ടരെ, അല്ലാഹു തആല പറഞ്ഞു തന്നിട്ടില്ലാത്ത, പ്രവാചകന്മാർ പറഞ്ഞു തന്നിട്ടില്ലാത്ത ഒരു സമൂഹത്തെ സാങ്കല്പികമാക്കാൻ മെനക്കിടുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? വലിയ അപകടമാണത്. സംഗതി ആയിരിക്കാം, ജിന്നാകാം, മലക്കാകാം എന്നൊക്കെ പറയും പോലെ അല്ലാഹു തആല പരിചയപ്പെടുത്തി തന്നിട്ടില്ലാത്തൊരു വിഭാഗത്തെ, ആ പരിചയമില്ലാത്ത വിഭാഗത്ത് നമ്മൾ എന്തിനാണ് ചർച്ച കൊണ്ടുവന്നത്? ആവാം എന്ന് പറയുന്ന അപകടം പിടിച്ച ശൈത്താന്റെ വഴിയല്ലേ അത്? ആവാം എന്നത് ശൈത്താന്റെ വഴിയാണ്. നമുക്കറിയാത്തൊരു വിഭാഗത്തിന്റെ പിറകെ പോയാൽ
ഭൂമിയിൽ ജിന്നിന് മക്കളുണ്ടായി. അപ്പൊ ബനു ആദം ബനു ഇബിലീസ്, മനുഷ്യൻ ആദമിന്റെ മക്കൾ, ജിന്നുകൾ ഇബിലീസിന്റെ മക്കൾ. നല്ല നല്ല സംവിധാനം. അവിടെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തുന്നു ചരിത്രം. പിന്നെ ചരിത്രം മുഴുവനും വിശാലത്തിൻ്റെതാണ്. ഇവിടെ ഒന്നും നബിമാരുടെ കാലഘട്ടത്തെ പറ്റിയല്ല, റസൂലുകളുടെ കാലഘട്ടത്തെ പറ്റിയാണ് പിന്നെ അള്ളാഹു തആല ചർച്ച ചെയ്തത് മുഴുവനും. മുസ്തഫ ആദം വനൂഹൻ റസൂല വാല ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ കുടുംബത്തിൽപ്പെട്ടവൻ റസൂലുകളാണ്. വാല ഇമ്രാന്റെ കുടുംബത്തിലുള്ള മൂസ ഈസ അടക്കമുള്ള റസൂലുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിക്കുന്നു. ഈ കാലഘട്ടവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് വേണം നാം നമ്മുടെ ദഅവത്തിന്റെ പരിശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. എങ്കിൽ മാത്രമേ അല്ലാഹു തആല അംബിയാ മുർസലീങ്ങളിലൂടെ ഇവിടെ നടപ്പിലാക്കിയ ദീനിന്റെ ദഅവത്ത് യാഥാർത്ഥ്യമാവുകയുള്ളൂ. ആ ദഅവത്ത് യാഥാർത്ഥ്യമാകുന്നത് ദായികളുടെ പരിശീലനത്തിന് വേണ്ടിയിട്ടാണ്. ഒന്നാമത് മദ്ഉബുകൾ രണ്ടാമത്തെ കക്ഷികളാണ്. ദഅവത്ത് ചെയ്യുന്നവർക്കാണ് ആദ്യത്തെ പരിശീലനം. ദഅവത്തിലൂടെ ചെയ്യപ്പെടുന്നവർ രണ്ടാം കക്ഷികളാണ്. അതുകൊണ്ട് ദായികൾ, ഉലമാക്കൾ, ദായികൾ, തൗഹീദിന്റെ പ്രബോധകന്മാർ, അവരഭിമുഖീകരിക്കുന്ന ആദ്യത്തെ ബാച്ച് സ്വന്തം നഫ്സാണ്. ഈ ദായികൾ എത്രത്തോളം അവർ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നത് അതാണ് അള്ളാഹു അംബിയാ മുസ്ലിങ്ങളെ പരീക്ഷിക്കുക വഴി ചെയ്തത്. അതോ അംബിയാ മുസ്ലിങ്ങളുടെ കാലഘട്ടത്തിൽ ദഅവത്ത് യാന്ത്രികമായി നടക്കുകയായിരുന്നോ? നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? അഷ്റഫുൽ ഖൽഖായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിൽ നിന്ന് വിട്ടു. സയ്യിദ് ബിൻ ഹാരിസയെയും കൂട്ടി തിരിച്ചുപോയി. വഴിയിൽ എന്തൊക്കെയോ സംഭവിച്ചു. ആ വഴിയിൽ വെച്ച് സംഭവമാണ് നേരത്തെ ഞാൻ പറഞ്ഞ ജിന്നുകൾ കേട്ടത്. മക്കയിലെത്തി. സയ്യിദ് ബിൻ ഹാരിസ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നമുക്ക് മക്കയിലേക്ക് പോയാൽ അഭയം എവിടെയാണ്? നമ്മുടെ വിസ തീർന്നു. ഖുറൈശികളുടെ രീതി അതാ. മക്കയിൽ നിന്നൊരാൾ നാട് വിട്ടുപോയാൽ പിന്നെ തിരിച്ചു വരണമെങ്കിൽ ആരെങ്കിലും ഏറ്റെടുക്കണം, അല്ലെങ്കിൽ വരാൻ പാടില്ല. അവരെ അന്നത്തെ സിസ്റ്റം അങ്ങനെയാണ്, ഖുറൈശി സിസ്റ്റം, ഗോത്ര സിസ്റ്റം. ഖുറൈശി സിസ്റ്റം അല്ല, ഗോത്ര സിസ്റ്റം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാഴ്ചയോളമായിട്ട് നാട്ടിലില്ല. വിവരെല്ലാം അറിഞ്ഞു. അന്ന് അല്ലാഹു അക്ബർ, ഞാനിങ്ങനെ ഓർക്കുക, അന്ന് തായിഫിലെ മേലാളന്മാരെടുത്ത് പോയിട്ട്, തായിഫിലെ മേലാളന്മാർ, ആ സക്കീഫ് ഗോത്രത്തിലെ തലവന്മാരെടുത്ത് പോയിട്ട് കെഞ്ചിയപ്പോൾ അവരാട്ടി റസൂലുള്ളാഹി തങ്ങളെ. തീരെ പരിഗണിച്ചില്ല. അങ്ങനെ അഷ്റഫുൽക്ക് നിരാശനായിട്ട് വരുമ്പോൾ അവരോടൊരു വാക്ക്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞതറിയോ? എൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, ഖദ് ഫഅൽതും മാ ഫഅൽതും, നിങ്ങൾ ചെയ്തതൊക്കെ ചെയ്തു, നിങ്ങൾ എന്നെ പറയേണ്ടതൊക്കെ ചെയ്തു, എന്നെ പറയേണ്ടതൊക്കെ പറഞ്ഞു, ചെയ്യേണ്ടതൊക്കെ ചെയ്തു, നിങ്ങൾ എന്നെ ആട്ടി ഇറക്കുകയാണ്. പ്ലീസ്, അങ്ങനെ തന്നെ പറഞ്ഞ റസൂലുള്ളാഹി, എന്നോടൊരു ദയവുണ്ടാവണം. ഞാനിവിടെ വന്ന കഥയൊന്നും നിങ്ങൾ പരസ്യപ്പെടുത്തരുത്. റസൂൽ പറഞ്ഞു അവരോട്, ഞാനിവിടെ വന്ന കഥയൊന്നും നിങ്ങൾ പരസ്യപ്പെടുത്തരുത്. ശരിയാണ്, മക്കക്കാരറിഞ്ഞാൽ അതോടുകൂടി മക്കക്കാരെ ഇളകും. നിങ്ങൾ പരസ്യപ്പെടുത്തരുത് ദയവ് ചെയ്തിട്ട്. പക്ഷേ അവർ ധിക്കാരികൾ, അഹങ്കാരികൾ. പരസ്യപ്പെടുത്തുക മാത്രമല്ല, നാട്ടിലെ റൗഡികളെ വിട്ടിട്ടത് കൊളാക്കി അല്ലേ സംഭവം. ഇവിടെയൊക്കെ റസൂലുള്ളാഹി തങ്ങൾ നാം കാണുന്നത് എന്താണ്? ഒരു റസൂലിന്റെ പ്രാരംഭ ജോലികളാണ് നാം കാണുന്നത്. ഇത് ദായികൾ ഉൾക്കൊള്ളണം. ദായികൾ ദഅവത്ത് നടത്തുന്നവർ, തൗഹീദിലേക്ക് ദഅവത്ത് നടത്തുന്നവർ ഉൾക്കൊള്ളണം. അതാണ് ഉൾക്കൊള്ളേണ്ടത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ പ്രവേശിക്കണമെങ്കിൽ നടക്കൂല. കാരണം സ്വന്തം ആൾക്കാരെല്ലാം എതിരാണ്, കുടുംബക്കാരും ആരും സ്വീകരിക്കൂല. ഇനി അങ്ങോട്ട് പ്രവേശിക്കണമെങ്കിൽ, മക്കയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ മക്കയിലെ ഏതെങ്കിലും പ്രബലമായ ഗോത്രക്കാരെ അഭയം കൊടുക്കണം. അന്നത്തെ രീതി അതാണ്. ഒരു അഭയം കൊടുത്താൽ പിന്നെ അവരെ ഒന്നും ചെയ്യാൻ പാടില്ല മറ്റുള്ളവരെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല നേതാക്കന്മാരെയും പോയി കണ്ടു. അക്കൂട്ടത്തിൽ ഒന്ന് സുഹൈൽ ഇബ്നു അംറ. സുഹൈൽ ഒരു ഖുറൈശി നേതാവാണ്.
നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ സുഹൈൽ ആരാന്നറിയോ? ഹുദൈബിയ സന്ധിയിൽ വാചാലമായി പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തത് ഈ സുഹൈലായിരുന്നു. അത് നബി തങ്ങൾ തിരിച്ചു പോകണം എന്ന് പറഞ്ഞൊരു സന്ധി ഉണ്ടായിട്ടില്ലേ? ഉംറക്ക് പോയപ്പം വഴിക്ക് തടഞ്ഞിട്ട് അതിൽ കാർമ്മികത്വം വഹിച്ചത് ഈ സുഹൈലായിരുന്നു. പിന്നീട് സുഹൈൽ മുസ്ലിമായി. മാഷാ അല്ലാഹ്. റളിയല്ലാഹുവിൻ്റെ ഒരു വാക്കുണ്ട്. സുഹൈൽ ഭയങ്കര പ്രാസംഗികനാണ്. റളിയല്ലാഹു തആല പറഞ്ഞു, അവനെ കിട്ടിയാൽ അവൻ്റെ നാവ് ഞാൻ അരിഞ്ഞെടുക്കും. അവൻ്റെ ആ വാചാലത റളിയല്ലാഹുവിൻ്റെ ഭാഷയാണ്. അവൻ്റെ ഒരു പ്രസംഗം അങ്ങനെ സഹിക്കവേ. പക്ഷെ റസൂലുള്ളാഹി തങ്ങൾ മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞോട്ട് മിണ്ടിയില്ല. ആ സുഹൈലിൻ്റെ അടുത്ത് ചെന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ അപേക്ഷിച്ചു, എനിക്ക് അഭയം തരണം, എന്നെ സ്വീകരിക്കണം. അഊദു ബില്ലാഹ്. സുഹൈൽ പറഞ്ഞു, മുഹമ്മദ് സാധിക്കില്ല, മുഹമ്മദ് ബുദ്ധിമുട്ടുണ്ട്, കുടുംബപരമായ പല പ്രശ്നങ്ങൾക്കും അത് കാരണമായി തീരും, ശരിയാവില്ല. അത് കഴിഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്ഇം ഇബ്നു അദിയിന്റെ അടുക്കലേക്ക് പോകുന്നത്. കേട്ടിട്ടുണ്ടാവും. ജുബൈർ ഇബ്നു മുത്ഇം കേട്ടിട്ടില്ലേ? ജുബൈർ അള്ളാഹുവിന്റെ ഉപ്പ മുത്ഇം റളിയല്ലാഹു അൻഹു പിന്നീട് മുസ്ലിമായി. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എനിക്ക് അഭയം തരണം, എനിക്ക് രാജ്യത്ത് താമസിക്കാൻ സൗകര്യം ഉണ്ടാക്കി തരണം. മുത്ഇം പണ്ട് ഉപരോധ കാലഘട്ടത്തിൽ അഷ്റഫുൽ ഖൽക്കിന് ഭക്ഷണം എത്തിച്ചു കൊടുത്ത കൂട്ടത്തിൽ ഒരാളാണ് മുത്ഇം ഇബ്നു അദി. ജുബൈർ ഇബ്നു മുത്ഇം, ജുബൈർ അള്ളാഹുവിൻ്റെ ഉപ്പ. മുത്ഇം പറഞ്ഞു, തരാം, ഞാൻ അഭയം തരാം. ഒരുപാട് ആൺമക്കളുണ്ട് മുത്ഇമിന്. ആൺമക്കളെ മുഴുവനും വിളിച്ചു മുത്ഇം. മുഹമ്മദ് ഖുറൈശിയാണ്, ഹാഷിം വിഭാഗത്തിലാണ്, ഞാൻ അഭയം കൊടുത്തിരിക്കുന്നു, ഇതൊന്ന് വിളംബരപ്പെടുത്തണം, വിളംബരം ചെയ്യണം. മക്കളോട് ആയുധവും മേടിച്ചിട്ട് പുറത്തിറക്കാൻ വേണ്ടി പറയും. ഖുറൈശികളുടെ രീതി അതാണ്, പുറത്തിറങ്ങുമ്പോൾ ആയുധം ഉണ്ടാവും കയ്യിൽ. അങ്ങനെ ഉപ്പയും മക്കളും കൂടി റസൂലുള്ളാഹി തങ്ങളെയും സെയ്ദ് ഇബ്നു ഹാരിസിനെയും കൂട്ടിയിട്ട് നേരെ കഅബാലയത്തിലേക്ക് പോയി. എന്നിട്ട് മുത്ഇം പറഞ്ഞു അഷ്റഫുൽ ഖൽക്കിനോട്, ഓ മുഹമ്മദ്, തവാഫ് ചെയ്തോ. ഹബീബായ മുത്ത് തവാഫ് ചെയ്തു. മുത്ഇം ഇബ്നു അദി കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് പ്രസംഗിച്ചു, ഇത് മുഹമ്മദാണ്, ഞാൻ മുഹമ്മദിന് അഭയം കൊടുത്തിരിക്കുന്നു, ആരും മുഹമ്മദിനെ ഉപദ്രവിച്ചു പോകരുത്. നല്ല രസാ, മൈക്കും പ്രസംഗങ്ങളും കിട്ടിയത് പ്രസംഗിക്കാൻ നല്ല രസാ ദായികൾക്ക്. നാം പറയുന്നത് ദായികളോടാണ്, പ്രജകളോടല്ല, സാധാരണക്കാരോടല്ല. തൗഹീദി പ്രബോധന ശൃംഖലയിലെ ഉലമാക്കളോട്, തൗഹീദി പ്രബോധന മൈതാനത്തെ പണ്ഡിതന്മാരോട്, ദായികളോടാണ് നാം ഈ പറയുന്നത്. നമ്മളാണ് ഇത് ഉൾക്കൊള്ളേണ്ടത്. ആദ്യം തൗഹീദ് എന്താണെന്ന് നമ്മളാണ് അഷ്റഫുൽ ഖൽക്കായ മുത്തിന്റെ മാർഗം ആദ്യമായി സ്വീകരിക്കേണ്ടത്. കേട്ടിരിക്കുന്ന ജനം രണ്ടാമത്തെ കക്ഷികളാണ്, രണ്ടാം കക്ഷികളാണ്. ഒന്നാം കക്ഷികൾ ദായികളാണ്, ഉലമാക്കളാണ്, മൗലവിമാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുത്ഇം അഭയം കൊടുത്തതിന് ശേഷം മക്കയിൽ ഇറങ്ങി നടക്കാനുള്ള സൗകര്യം കിട്ടി. ഇനി ആരും ഉപദ്രവിക്കുകയില്ല. പക്ഷെ മുന്നോട്ടുള്ള പോക്ക് എങ്ങോട്ടാണ്? എന്താണ് ചെയ്യുക? എന്ത് രീതിയാണ് സ്വീകരിക്കുക? ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിലല്ലേ ദഅവത്ത് നടക്കുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് നടക്കുന്ന സമയം, ഒരു ദുൽഹജ്ജ് മാസം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിനെയും അലിയുൽ മുർത്തളയെയും കൂട്ടി മിനായിലേക്ക് പോയി ഹാജിമാരെ കാണാൻ. അങ്ങനെയാണ് മിനായിലെ ദഅവത്ത് നടക്കുന്നത്. ബനു ഷൈബാൻ ഗോത്രക്കാരുടെ തമ്പിലേക്ക് പോയി. അവർ മൈൻഡ് ചെയ്തില്ല. ബനുൽ അശ്അൽ ഗോത്രക്കാരത്തേക്ക് പോയി. അവരും മൈൻഡ് ചെയ്തില്ല. നിരാശയോടുകൂടി ആ കൂടാരത്തിൽ നിന്ന് പുറത്തിറങ്ങിയ റസൂലുള്ളാഹി തങ്ങൾ. അവർ പല ഡിമാൻഡുകളും ചെയ്തു, നേതാക്കന്മാർ.
അങ്ങനെ കുറെ മുമ്പോട്ട് നടന്നപ്പോൾ മിനയുടെ വേറൊരു തമ്പ്, ആ തമ്പിൽ നോക്കിയപ്പോൾ ഒരു 6 പേര് മാത്രമേ ആ തമ്പിലുള്ളൂ. കൂടാരം, മിനയിലെ കൂടാരം. അഷ്റഫുൽ ഖൽക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ കൂടാരത്തിലേക്ക് കടന്നു. സലാം പറഞ്ഞു. അവരൊക്കെ പാരമ്പര്യ മുസ്ലിമീങ്ങളാണ്. അവർ ഹജ്ജിന് വന്നിരിക്കുകയാണ്. ലബ്ബൈക്ക് അല്ലാഹുമ്മ പറഞ്ഞിട്ട് ഹജ്ജിന് വന്നിരിക്കുകയാണ് അവര്. മിന്നൈന മൻ അന്തും, നിങ്ങൾ ആരാ? ഞങ്ങൾ ഖസ്റജ് ഗോത്രക്കാരാണ്. മിന്നൈൻ എവിടെ നിന്നുള്ളതാണ്? മിൻ യഥ്രിബ്, ഞങ്ങൾ യഥ്രിബിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ യഥ്രിബ്, ആ ജൂതന്മാരുടെ താമസ സ്ഥലമായ യഥ്രിബ്, ജൂതന്മാരുടെ കസ്റ്റഡിയിൽ അവരുടെ മേൽക്കോയ്മയ്ക്ക് കീഴിൽ ജീവിക്കുന്ന ഖസ്റജ് ഗോത്രക്കാരാണോ നിങ്ങൾ? അതെ, ഞങ്ങൾ യസ്രിബ് ജൂത സമൂഹത്തിൻ്റെ മേൽക്കോയ്മയിൽ കഴിഞ്ഞുകൂടുന്നവരാണ് ഖസ്റജ് ഗോത്രം. ഞങ്ങൾ 2 ഗോത്രക്കാരുണ്ട്, ഔസ് ഗോത്രക്കാരും ഖസ്റജ് ഗോത്രക്കാരും. ഞങ്ങൾ ഖസ്റജ് ഗോത്രക്കാരാണ്. എനിക്ക് 2 വാക്ക് ഞാൻ പറയട്ടെ, നിങ്ങൾ സമ്മതിക്കോ? 2 വാക്കുകൾ സംസാരിക്കട്ടെ. ഞാൻ എൻ്റെ സംസാരങ്ങൾക്കൊന്ന് കേൾക്കാൻ പറ്റുമോ? ഇതെല്ലാം പറയുന്ന അബൂബക്കർ സിദ്ദീഖ് അല്ലാഹു തആല അൻഹുവാണ്. അബൂബക്കർ സിദ്ദീഖ് അല്ലാഹു അൻഹുവാണ് ഈ പരിചയപ്പെടുന്നതും ആരാണ് ചോദിക്കുന്നതും മറ്റൊക്കെ. അബൂബക്കർ സിദ്ദീഖ് നസബിയത്ത്, അതായത് ഈ ഗോത്ര ചരിത്രം അബൂബക്കർ സിദ്ദീഖ് വല്ലാത്ത അറിവാണ് അക്കാര്യത്തിൽ. നസാബ് എന്നൊരു പേരുണ്ട് അബൂബക്കർ സിദ്ദീഖിന്. എല്ലാ കബീലകളെയും ഗോത്രക്കാരെയും വേർതിരിച്ച് അതിൻ്റെ നേതാക്കന്മാരെ കാണാപ്പാടറിയും. അപ്പം ചോദിക്കുമ്പോൾ തന്നെ പിന്നെ അങ്ങോട്ട് യസ്രിബിന്റെ കഥകളും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ അബൂബക്കർ സിദ്ദീഖ് അല്ലാഹു. ഈ സന്ദർഭത്തിൽ എൻ്റെ കൂട്ടുകാരൻ മുഹമ്മദാണ്. മൂപ്പർക്ക് എന്തോ പറയാനുണ്ടെന്ന് പറ്റുമോ? അവർ പറഞ്ഞു, ശരി പറ. അങ്ങനെയാണ് അഷ്റഫുൽ ഖൽക്കായ മുത്തായ മുസ്തഫ റസൂലുള്ളാഹി ആയ 6 പേരടക്കമുള്ള സംഘത്തോട് സംസാരിക്കും. 100 ആൾക്കാരുള്ള സമൂഹം ആട്ടിവിട്ടു. 6 പേരോട് അഷ്റഫുൽ ഖൽക്ക് ആ 100 ആളോട് സംസാരിച്ച അതേ ശൈലിയിൽ താരീഖിന്റെ ഉലമാക്കൾ ഇബ്നു ഹിശാം അടക്കം എഴുതിയത് 100 ആളോട് സംസാരിച്ച അതേ ശൈലിയിൽ ഒട്ടും വികാരം കുറക്കാതെ, ഒട്ടും ലോലമാക്കാതെ, 6 ആളല്ലേ എന്ന് വെച്ച് തള്ളാതെ കൃത്യമായിട്ട് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 6 പേരാണ് മദീനയിൽ നിന്ന് വന്ന സംഘത്തിലെ ആദ്യത്തെ 6 മുസ്ലിമീങ്ങൾ. ഇൻഷാ അല്ലാഹ് ഞാൻ ചരിത്രം പറയാനല്ല ഇത്രയും പറഞ്ഞു വന്നത്. ദഅവത്തിന്റെ മാർഗത്തിൽ അഷ്റഫുൽ ഖൽക്കിന്റെ ത്വരീഖ ദായികളാണ് ആദ്യം പഠിക്കുകയും മനസ്സിലാക്കുകയും അത് മനസ്സിലേക്ക് കയറ്റുകയും ചെയ്യേണ്ടത്. ആ വഴിയിൽ സഞ്ചരിക്കുമ്പോഴാണ് മദ്ഉകൾക്ക് അതിന്റെ മധുരം നുകരാൻ കഴിയുക. അതുകൊണ്ട് ദായികൾ സാമർഥ്യം കൊണ്ടോ നേതൃത്വം കൊണ്ടോ ഇവിടെ തൗഹീദ് പ്രചരിപ്പിക്കാമെന്ന് കരുതണ്ട. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്കിനെ ചാണിന് ചാണായി അനുസരിച്ചുകൊണ്ടും മതി ദഅവത്തിന്റെ മുന്നോട്ടുള്ള പോക്ക്. അള്ളാഹു ഒരുപാട് സഹായിക്കുകയും പുതിയ ഗമനം ഒരു നല്ല തുടക്കമാക്കി തരികയും അതിനുവേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്തവരെയൊക്കെ അള്ളാഹു ഗൈബിയായ സഹായങ്ങൾ നൽകി സഹായിക്കുകയും ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസു തഅലീമിൽ ഇസ്ലാം തഅലീമി ഷഹാദ ഈ മജ്ലിസിന് തുടരും. മദീനയിലുള്ള 2 മാസത്തെ ക്ലാസ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. ഇനി അങ്ങോട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ദൗത്യം വീണ്ടും തുടരും. അല്ലാഹു തആല എല്ലാ തരത്തിലുള്ള ഗൈബിയായ സഹായങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അസീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി